ओम शांति। बाप दादा मधुबन प्रभात मुरली 4/6/22। मीठे बच्चे, तुम जगदम्बा कामधेनु के बच्चे और बच्चियां हो। तुम्हें सबकी मनोकामनाएं पूरी करनी है। अपने बहन भाइयों को सच्चा रास्ता बताना है. ഇന്ന് ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾ കാമധേനു ജഗദംബയുടെ കുട്ടികളാണ്. നിങ്ങൾ എല്ലാവരുടെയും മനോകാമനകൾ പൂർത്തീകരിക്കണം. എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും സത്യമായ വഴി പറഞ്ഞു. അല്ലെ, ജഗദംബയുടെ ഒരു പേരാണ് കാമധേനു. കാമധേനു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ആഗ്രഹിച്ചാലും നിറവേറ്റി കൊടുക്കുന്ന ഒരു പശു. പശു എന്ന് വെച്ചാൽ ജീവാത്മാവാണ്. അപ്പോൾ അങ്ങനെയുള്ള മമ്മയുടെ കുട്ടികള് എല്ലാവരുടെയും മനോകാമനകൾ പൂർത്തീകരിക്കും. അപ്പൊ എല്ലാ മനോകാമനകളും പൂർത്തീകരിക്കപ്പെടുന്നത് രണ്ട് കാര്യത്തിലാണ്, മുക്തിയിലും ജീവൻ മുക്തി. കുറെ പേർക്ക് മുക്തി മതി, ശാന്തിയുടെ സുഖം മതി. കുറെ പേർക്ക് മുക്തിയും കുറെ പേർക്ക് ജീവൻ മുക്തിയും ആവശ്യമുണ്ട്. അപ്പോൾ ജീവൻ മുക്തിയിലാണ് യഥാർത്ഥത്തിൽ സകല കാമനകളും പൂർത്തീകരിക്കുന്നത്. കാമനകൾ എന്ന് പറയുമ്പോൾ ദീർഘായുസ്, പുത്രഭവ, ധനവാൻ ഭവ. അപ്പോൾ ഇതെല്ലാം ജീവൻ മുക്തിയിൽ പൂർത്തീകരിക്കും. അപ്പൊ ബാബ പറയാണ്, ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈശ്വരൻ നമുക്ക് അതിനുള്ള സത്യമായ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴി എല്ലാ സഹോദരങ്ങൾക്കും പറഞ്ഞു കൊടുക്കണം. ചോദ്യം: തും ബച്ചോം കോ ബാപ്പ് ദ്വാര കോൺസി റെസ്പോൺസിബിലിറ്റി വലിയ ഹുയി? കുട്ടികൾക്ക് ബാബയിലൂടെ എന്ത് ഉത്തരവാദിത്തമാണ് ലഭിച്ചിരിക്കുന്നത്? അല്ലെ, ബ്രാഹ്മണരുടെ എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷെ ബ്രാഹ്മണർക്ക് അവകാശങ്ങൾ അനുഭവിക്കുന്നതിന് മുമ്പ് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. അപ്പൊ അതെന്തെല്ലാമാണ്? ഉത്തരം: बच्चे बेहद का बाप बेहद का सुख देने आया है, तो तुम्हारा फर्ज है घर घर में एक पैगाम दो. ബാബ പറയാണ്, കുട്ടികളെ, പരിധി ഇല്ലാത്ത അച്ഛൻ പരിധി ഇല്ലാത്ത സുഖം നൽകാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കടമയാണ് എല്ലാ വീടുകളിലും ബാബയുടെ സന്ദേശം എത്തിക്കണം. ബാബുക്ക മദദ്ഗാർ ബൻ ഘർ ഘർ കോ സ്വർഗ ബനാവും. ബാബയുടെ സഹായിയായി മാറി എല്ലാ വീടുകളെയും സ്വർഗമാക്കി മാറ്റണം. കാണ്ടോം കോ ഫൂൽ ബനാനേക്ക് സേവാ കരും. മുള്ളുകളെ പൂക്കളാക്കാനുള്ള സേവനം ചെയ്യൂ. ബാപ്പ് സമാൻ നിരഹങ്കാരി നിരാകാരി ബൻ സബ്കി ഖിദ്മത് കരും. ബാബയ്ക്ക് സമാനം നിരഹങ്കാരിയും നിരാകാരിയുമായി മാറി എല്ലാവരുടെയും സേവനം ചെയ്യും. സാരി ദുനിയാക്കോ രാവൺ ദുശ്മൻ കെ ചമ്പേ സെ ഛുഡാന ഏക് സബ്സെ ബഡി റെസ്പോൺസിബിലിറ്റി തും ബച്ചോം കി. ഈ ലോകത്ത് മുഴുവൻ രാവണനാകുന്ന ശത്രുവിന്റെ ചതുപ്പിൽ നിന്നും മുക്തമാക്കുക, ഈ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് കുട്ടികൾക്ക് ബാബ തന്നത്. അപ്പൊ ബാബ എന്താ പറയുന്നത്? നമ്മളുടെ അച്ഛൻ വന്നിരിക്കുന്നത്, നമ്മുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ അച്ഛൻ വന്നിരിക്കുന്നത് പരിധി ഇല്ലാത്ത സുഖം നൽകാൻ. അതും എവിടെ നിന്ന് മാറ്റിയിട്ടാണ്? പരിധി ഇല്ലാത്ത ദുഃഖം നൽകുന്ന രാവണന്റെ ചതുപ്പിൽ നിന്ന് മുക്തമാക്കി പരിധി ഇല്ലാത്ത സുഖം നൽകാൻ ഈശ്വരൻ വന്നിരിക്കുന്നു. ഒരു വഴിയും കാണിച്ചു തന്നിട്ടുണ്ട്, വെറുതെ അന്ധവിശ്വാസമല്ല. അപ്പൊ ബാബ പറഞ്ഞ അത് മനസ്സിലാക്കിയ ബ്രാഹ്മണ കുട്ടികളുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ് ഈ സന്ദേശം എല്ലാ വീടുകളിലും എത്തിക്കും. അതുകൂടാതെ വീടുകളെ സ്വർഗമാക്കാനുള്ള സേവനം ചെയ്യും. അതെന്താണ്? നമ്മളിലുള്ള മുള്ളുകളെ പൂക്കളാക്കാൻ സേവ ചെയ്യും. സേവനത്തിനിടയിൽ എന്താ വരും? സേവനത്തിനിടയിൽ വലിയൊരു മുള്ളു വരുന്നതാണ് അഹങ്കാരം. അപ്പൊ ബാബ പറയാണ്, അഹങ്കാരം വരരുത്. അത് നമ്മൾ എന്ത് ചെയ്യണം? നിരാകാരിയാകണം. അപ്പൊ നിരാകാരിയും നിരഹങ്കാരിയുമായി ബാബ പറയാണ് സേവ ചെയ്യണം. ഈ ലോകത്തെ മുഴുവൻ ഈ രാവണന്റെ പിടിയിൽ നിന്നും മുക്തമാക്കാനുള്ള ഉത്തരവാദിത്വം, വലിയ ഉത്തരവാദിത്വം, ഏറ്റവും വലിയ ഉത്തരവാദിത്വം കുട്ടികൾക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. ഗീതം: മാതാ ഓ മാതാ തൂ സബ്കി ഭാഗ്യവിധാത. ഓ മാതാക്കളെ, നിങ്ങൾ എല്ലാവരുടെയും ഭാഗ്യവിധാതാക്കളാണ്. ഓം ശാന്തി. ഏഹ് മാതാ കി മഹിമ ഭാരതമേ ഹി ഗായി ജാതി. ഈ മാതാക്കളുടെ മഹിമ ഭാരതത്തിലാണ് ഇങ്ങനെ വാഴ്ത്തപ്പെട്ടിരിക്കുന്നത്. ജഗദംബ ബരോബർ ഭാഗ്യവിധാത. ജഗദംബ തീർച്ചയായിട്ടും ഭാഗ്യവിധാതാവാണ്. ഇനിക്കാ നാമഹി രഗാ ഹുവാഹി കാമധേനു അർത്ഥാത് സബ് കാമനായും പൂരി കരണേ വാലി. ഈ ജഗദംബയ്ക്ക് പേര് വച്ചിരിക്കുന്നത് കാമധേനു എന്നാണ്. അതായത് സകല മനോകാമനകളെയും പൂർത്തീകരിക്കുന്നവളാണ്. ഏഹ് വർഷ ഉൻകോ കഹാംസെ മിൽത്താ. ഈ കാമധേനുവിന് ഈ സമ്പത്ത് എവിടെ നിന്ന് കിട്ടി? ശിവബാബ ദ്വാര ജഗദംബ അവർ ജഗത് പിതാക്കോ വർഷ മിൽത്താ. ശിവബാബയിലൂടെയാണ്, പരമപിതാവിൽ നിന്നാണ് ജഗദംബയ്ക്കും ജഗത് പിതാവിനും ഈ സ്വത്ത് കിട്ടുന്നത്. ബച്ചം കോ യഹ് നിശ്ചയ് ഹുവാ ഹേ കി ഹം ആത്മായ ഹേ.
കുട്ടികൾക്ക് ഈ ആദ്യപാഠം നിശ്ചയം വന്നു, നമ്മൾ ആത്മാക്കളാണ്. ആത്മാക്കോ ദേഖ് നഹീ സക്തേ ജാൻ സക്തേ ഹി. ആത്മാവിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അതിനെ മനസ്സിലാക്കാനേ സാധിക്കൂ, അറിയാനേ സാധിക്കൂ. ജീവ് ഔർ ആത്മ. പ്രപഞ്ചത്തിലെ രണ്ട് ഘടകങ്ങളുണ്ട്, പ്രകൃതിയും പുരുഷനും അല്ലെങ്കിൽ ദേഹവും ദേഹിയും. ആത്മാ അവിനാശി ഹെ, ശരീർ തോ വിനാശി ഹെ, ജോ ഇൻ ആംഖോം സെ ദേഖാ ജാതാ ഹെ. ഈ കണ്ണുകൊണ്ട് കാണുന്ന ദേഹം നശിക്കുന്നതാണ്, എന്നാൽ ആത്മാവ് അവിനാശിയാണ്. ആത്മാക്ക സാക്ഷാത്കാർ ഹോത്താ ഹെ. ആത്മാവിന്റെ സാക്ഷാത്കാരം ഉണ്ടാകാറ്. कहते हैं വിവേകാനന്ദ को आत्मा का साक्षात्कार हुआ परंतु समझ न सका. ഇങ്ങനെ പറയാറുണ്ട്, വിവേകാനന്ദന് ആത്മസാക്ഷാത്കാരം, ആത്മാവിന്റെ സാക്ഷാത്കാരം ഉണ്ടായി. വിവേകാനന്ദ സ്വാമി എപ്പോഴും പറയാറുണ്ട്, എന്റെ ഭ്രുകുടിയിലെ ഒരു പ്രകാശ ബിന്ദുവിനെ ഞാൻ എപ്പോഴും കാണാറുണ്ട്, സദാ കണ്ടുകൊണ്ടിരിക്കുക, പക്ഷെ അത് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നും പറയാറുണ്ട്. बच्चे समझते हैं हम अपनी आत्मा का साक्षात्कार करेंगे तो जैसे बाबा का भी करेंगे. കുട്ടികൾക്കറിയാം നമ്മൾ നമ്മുടെ ആത്മാവിന്റെ സാക്ഷാത്കാരം ചെയ്യും. ബാബ പറഞ്ഞു, അത് ബാബയെ കാണുന്നത് പോലെ തന്നെയാണ്. ജൈസെ ആത്മാഹെ വൈസേ ഹി ആത്മാവം ക ബാബി. ഏതുപോലെ ആത്മാവ് ഒരു പ്രകാശ ബിന്ദു, അതേപോലെ ആത്മാക്കളുടെ അച്ഛന്റെ രൂപവും അത് തന്നെയാണ്. കൊയ് ഫർക്ക് നഹി ഹെ. രൂപത്തിലെ യാതൊരു വ്യത്യാസവുമില്ല. ബുദ്ധി സെ ജാനാ ജാതാ ഹെ യഹ് ബാപ് ഹെ യഹ് ബച്ച. അപ്പൊ ഈ രണ്ട് പ്രകാശ ബിന്ദുക്കളെ കാണുമ്പോൾ ഒന്ന് അച്ഛനാണ്, ഒന്ന് പുത്രനാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? ബാബ പറയാണ്, അത് വിവേകം കൊണ്ട് മനസ്സിലാക്കാനേ സാധിക്കൂ. അല്ല, രണ്ട് ആത്മാക്കളുടെ പാർട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, രണ്ട് പ്രകാശ ബിന്ദുക്കൾ. ബാബ പറയാണ്, അത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം. സബി ആത്മായും ഉസ് ബാബക്കോ യാദ് കർത്തേ ഹി. എല്ലാ ആത്മാക്കളും ആ ബാബയെ ഓർമ്മിക്കുന്നു. ഇൻ ആംഖോം സെ തോ ന അപ്നി ആത്മാക്കോ ന ബാബക്കി ആത്മാക്കോ ദേഖ് സക്തേ ഹി. നമ്മുടെ സ്ഥൂലമായ കണ്ണുകൊണ്ട് നമ്മുടെ ആത്മാവിനെയും കാണാൻ പറ്റില്ല, പരമാത്മാവിനെയും കാണാൻ പറ്റില്ല. വഹ് ഹെ പരം ആത്മാ പരംധാമ്യം രഹനേവാല സുപ്രീം പരം ആത്മാ. അത് പരം ആത്മാവാണ്, പരംധാമത്തിൽ കഴിയുന്ന സുപ്രീം പരമമായ ആത്മാവാണ്. ഭക്തി മാർഗമേം ഭി നൗദ ഭക്തി കർത്തേ ഹെ തോ ഉൻകോ സാക്ഷാത്കാർ ഹോത്താ ഹെ. ഭക്തിമാർഗത്തിലും തീഷ്ണ ഭക്തി ചെയ്യുന്നവർക്ക് സാക്ഷാത്കാരം ലഭിക്കും. ഐസെ നഹി കി ഉൻകി ആത്മാ ഇസ് ശരീർ മേം ഇസ് സമയ ഹെ. ക്രിസ്തുവിന്റെയോ അല്ലെങ്കിൽ കൃഷ്ണന്റെയോ സാക്ഷാത്കാരം കിട്ടുമ്പോൾ അപ്പോൾ ആ കൃഷ്ണൻ ഇപ്പൊ അതുപോലെ ഉണ്ടോ, ആ ആത്മാവ് ആ ശരീരത്തിൽ ഇപ്പോഴുണ്ടോ? ബാബ അങ്ങനെയില്ല, ക്രിസ്തുവും കൃഷ്ണനൊക്കെ മരിച്ചുപോയി. ആ ആത്മാക്കളെല്ലാം ബാബ പറയാണ്, നഹീം ഉൻകി ആത്മാത്തോ പുനർജന്മയും ചലികൈ. കൃഷ്ണന്റെ ആത്മാവ് പുനർജന്മങ്ങൾ എടുത്ത് പോയിട്ടുണ്ട്, ക്രിസ്തുവിന്റെ ആത്മാവ് പുനർജന്മങ്ങൾ എടുത്ത് പോയി. പക്ഷെ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ കൃഷ്ണന്റെ ആ മനസ്സിൽ ആ പടം വെച്ച് അല്ലെങ്കിൽ ആ രൂപം വെച്ച് ധ്യാനിക്കുമ്പോൾ തീഷ്ണ ഭക്തി ചെയ്യുന്നവർക്ക് അവരുടെ സാക്ഷാത്കാരം കിട്ടും. പക്ഷെ അത് കൃഷ്ണനുമല്ല ക്രിസ്തുവുമല്ല. ഗീതയിൽ എന്താ പറയുന്നത്, ബാബ എന്താ പറയുന്നത്? അത് ഭക്തന്റെ മനോകാമന ഞാൻ പൂർത്തീകരിക്കുന്നതാണ്. അന്ധവത്തു ഫലം തേഷാം തത് ഭവത്യൽപമേധസാം ദേവാൻ ദേവയോജോ യാന്തി മത് ഭക്ത യാന്തി മാമവി. അതെല്ലാം അല്പബുദ്ധികൾക്ക് കൊടുക്കുന്ന അല്പകാല ഫലമാണ്, അത് ഞാൻ തന്നെയാണ് കൊടുത്തത്. പണ്ഡന്മാര് അതിൽ തൃപ്തരായിട്ടിരിക്കും, എന്നാൽ ബുദ്ധിയുള്ളവര് അതിനപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കും. അപ്പൊ ബാബ അത് വ്യക്തമാക്കാണ്, भक्ति मार्ग में जो जो जिस जिस भावना से जिसको पूजते हैं उनका साक्षात्कार होता है. ഭക്തിമാർഗത്തിൽ ആരാരെ ഏതേത് ഭാവന വെച്ച് ഭക്തി ചെയ്യും അതിന്റെ ഭാവന കിട്ടും, ആ ഭാവനയുടെ സാക്ഷാത്കാരം കിട്ടുന്നതാണ്. നമ്മൾ നിരന്തരമായിട്ട് ഒന്നിനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ ഒരു രൂപം പുറത്തേക്ക് കൊണ്ടുവരും. ഡർ ചിത്ര ബൈറ്റ് ബനായേ ഹെ ജിസ്കോ ജിസ്കോ ഗുഡിയോ കി പൂജ കഹാ ജാതാ ഹെ. ധാരാളം വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാബ പറയാണ്, കുട്ടികൾ ഇത് മൊത്തം ഇത്രയും പറയാം, ഇതെല്ലാം വെറും പാവകളിയാണ്. പ്രതിമകൾ ഉണ്ടാക്കി നമ്മളിങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ ദൈവവുമില്ല ദേവതയും ഇല്ല. ഇതെല്ലാം ഭക്തരുടെ ഒരു ഭാവനയാണ്. അത് 2500 വർഷം വണ്ടി ഓടിക്കണ്ടേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണ്ടേ. ഭാവന രഖനേസെ അല്പകാല സുഖ ഭാട ധോട മിൽ ജാത്താ. ഭാവനയ്ക്ക് അല്പകാല സുഖം കിട്ടാതിരിക്കത്തില്ല. തുമാരി ബേഹത്ത് സുഖയ്ക്ക് ബാധഹി നിരാലി. എന്നാൽ നമ്മളിവിടെ സാക്ഷാൽ കൃഷ്ണപുരിയിലേക്ക് പോകാണ്, അതുകൊണ്ട് പരിധിയില്ലാത്ത സുഖം, ഇത് വ്യത്യസ്തമാണ്. തും ജനത്തെ ഹോ ഹം സ്വർഗക്ക് ബാദശാഹി ലേത്തെ ഹി. നമുക്കറിയാം നമ്മള് സ്വർഗത്തിന്റെ രാജ്യം നേടാണ്. ഭക്തി സെ കൊയ് സ്വർഗമേ നഹിയും ജാത. ഭക്തി ചെയ്തത് കൊണ്ട് ആരും സ്വർഗത്തിലേക്കൊന്നും പോകില്ല. ജബ് ഭക്തി മാർഗ് പൂരാ ഹോത്താ ഹെ അർത്ഥാത് ദുനിയ പുരാനി ഹോത്തി ഹെ തബ് ഹി ഫിർ കലിയുഗ് കെ ബാദ് സത്യുഗ് നയി ദുനിയ ആയേഗി. എപ്പോഴാണ് ഭക്തിമാർഗം പൂർത്തിയാകുന്നത്, അതായത് കലിയുഗം പൂർത്തിയാകുന്നത്, ഈ ലോകത്തിന്റെ ആ പഴക്കം പൂർത്തിയാകുന്നത്, ആ സമയത്ത് കലിയുഗം മാറി പുതിയ സത്യുഗം വരും. കൊയ്ക്ക് ബുദ്ധിമേ നഹീം പഠിത്താഹി. ഇതൊന്നും ഭക്തരുടെയോ അല്ലെങ്കിൽ വിദ്വാൻമാരുടെയോ പണ്ഡിതന്മാരുടെയോ ആരുടെയും ബുദ്ധിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കലിയുഗത്തിന് ശേഷം സത്യവും വരും, ലോകം പഴകിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊന്നും ആർക്കും അറിയില്ല.
സന്യാസി ബി कहते हैं ഫലാന ജ്യോതി ജ്യോതി സമായ പരന്തു ഐസെ ഹൈ നഹി. സന്യാസിമാർക്ക് ഹിസ്റ്ററി അറിയില്ല, അവർക്ക് ജോഗ്രഫി അറിയാം, ഇതിന് മുകളിൽ ഒരു പരന്താമുണ്ടെന്ന് അവർക്കറിയാം. അപ്പൊ അവര് പറയും ആരെങ്കിലും മരിച്ചാൽ ഈ ആത്മാവ് പ്രകാശം ആ പ്രകാശത്തിൽ പോയി. അപ്പൊ ബാബ പറയാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല. തുമക്കോ അബ് ഈശ്വരീയ ബുദ്ധി മില്ലി ഹെ ജിസ്കോ ശ്രീമത്ത് कहते हैं. നമുക്കിപ്പോൾ ഈശ്വരീയ ബുദ്ധി കിട്ടി അല്ലെ, ദേവതകൾ ആരാണെന്നും കാലചക്രം എങ്ങനെയാണ് തിരിയുന്നതെന്നുള്ള ഹിസ്റ്ററിയും പിന്നെ ഈ ആത്മാവ് പരന്താമത്തിലേക്ക് പോകുമോ തിരിച്ചു പോകുമോ ഈ കാര്യങ്ങളെല്ലാം ബാബ നമുക്ക് പറഞ്ഞു തന്നു. അതിനാണ് പറയുന്നത് ശ്രീമതം. അക്ഷർ കിത്തനെ അച്ഛേ, എത്ര നല്ല വാക്കാണത്. ശ്രീ ശ്രീ ഭഗവാൻ വാച, ശ്രീ ശ്രീ ഭഗവാൻ സംസാരിക്കുന്നു. വഹി സ്വർഗ മാലിക് അർത്ഥാത് നർസെ നാരായൺ ബനാത്തെ ഹെ. ആ ബാബയാണ് നമ്മളെ സ്വർഗത്തിന്റെ അധികാരിയാക്കുന്നത്, അതായത് നരനിൽ നിന്നും നാരായണനാക്കുന്നു. തും ശ്രീമത്തിസെ വിശുക്ക രാജ്പാത്തെ. നമ്മള് ശ്രീമത്തിലൂടെയാണ് വിശ്വത്തിന്റെ രാജ്യം നേടുന്നത്. ശ്രീ ശ്രീ 108 के माला की बहुत महिमा है. അതുകൊണ്ട് ശ്രീ ശ്രീ 108ന്റെ മാലയ്ക്ക് വലിയ മഹിമയുണ്ട്. 8 രത്നം की माला होती है. 8 രത്നങ്ങളുടെ മാലയും ഉണ്ട്. സന്യാസി ലോക भी जपते हैं. സന്യാസിമാരും മാല ജപിക്കാറുണ്ട്. एक कपड़ा बनाते हैं उसको गौमुख कहते हैं. अंदर हाथ डाल माला फेरते हैं. അവരൊരു സഞ്ചി പോലെ ഉണ്ടാക്കാറുണ്ട്, ഒരു കാവ്യ കൊണ്ടോ അല്ലെങ്കിൽ മഞ്ഞത്തുണി കൊണ്ടോ ഒരു സഞ്ചി പോലെ ഉണ്ടാക്കി അതിന് ഗോമുഖം എന്നാണ് പറയുന്നത്. ആ ഗോമുഖത്തിൽ ഇവര് ഈ ജപമാല വെച്ചിട്ട് കൈയിട്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. ബാബ പറയാണ് ബാബ कहते हैं നിരന്തർ യാദ് കരു तो उन्होंने फिर മാല ഫെർനെ കാ അർത്ഥ ഉഡാ ലിയ. ഇതിന്റെ കാരണം എന്താണ്? പരമാത്മാവ് ഒരിക്കൽ വന്ന് പറഞ്ഞു നിരന്തരം എന്നെ ഓർമ്മിക്കണം. അപ്പൊ അത് കാര്യം മൊത്തം പിടികിട്ടിയില്ല. അപ്പൊ അതിന്റെ ഒരു ഇതായിട്ട് എന്ത് ചെയ്തു, അവര് നിരന്തരം മാല ജപിക്കാൻ തുടങ്ങി അല്ലെ. ഭക്തര് സദാ മാല ജപിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ മാലയില്ല, ജപമില്ല, ഒന്നുമില്ല. ക്രിസ്ത്യാനികൾക്കുണ്ട് ജപമാല എന്നൊക്കെ പറഞ്ഞു, അവർക്ക് പരിപാടി. ഹിന്ദുക്കൾക്ക് ഇപ്പൊ മാലയൊന്നുമില്ല. ബच्चे जानते हैं अब पारलौकिक बाबा ने आकर हमको अपना बनाया है ബ്രഹ്മദ്വാര. ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി പാരലൗകിക ബാബ നമ്മളെ ബ്രഹ്മാവിലൂടെ സ്വന്തമാക്കി. പ്രജാപിത ബ്രഹ്മ ഹേതോ പ്രജാ മാതാബി ഹെ. പ്രജാപിത ബ്രഹ്മാവ് ഉണ്ടെങ്കിൽ പ്രജാ മാതാവും ഉണ്ട്. जगदम्बा को जगत की माता और लक्ष्मी को विश्व की महारानी कहा जाता है. ജഗദംബയെ ബാബ പറയാണ് കാമധേനു അല്ലെങ്കിൽ ജഗദംബയെ ജഗദംബ എന്ന് വിളിക്കും. ഈ ലക്ഷ്മി യഥാർത്ഥത്തിൽ ആരാണ്? പുതിയ ലോകത്തിന്റെ മഹാറാണിയാണ്. വിശ്വ അംബ കഹോ ബാ ജഗദംബ കഹോ ബാത്ത് കേൾക്കി. വിശ്വ അംബാന്നോ ജഗദംബാന്നോ എന്ത് പറഞ്ഞാലും ബാബ പറയണു കാര്യം ഒന്നേ ഉള്ളൂ. തും ബച്ചേ ഹോ തോ യഹ് കുടുംബ ഹോ ഗയ. അപ്പൊ നമ്മള് മക്കളാണ്, അപ്പോൾ ഇതൊരു കുടുംബമായി. തും ബച്ചേ ബി സബ്കി മനോകാമനായും പൂരി കറനെ വാലേ ഹോ. നമ്മൾ കുട്ടികളാണ്, എല്ലാവരുടെയും മനോകാമനകൾ പൂർത്തീകരിക്കേണ്ടവർ. ജഗദംബാക്കി തും ബച്ചേ അവർ ബച്ചിയ. നമ്മൾ ജഗദംബയുടെ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. ബുദ്ധിമേം യഹ് നശാ രഹത്താഹി ഹം അപ്പനെ ബഹൻ ഭായിയും കോ രാസ്ത ബദാ. നമ്മൾ ജ്ഞാനം കൊടുക്കുമ്പോൾ ഒരു ലഹരി ഉണ്ടാകും. അതെന്ത് ലഹരിയാ? നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ അച്ഛൻ, നമ്മുടെ എല്ലാവരുടെയും അച്ഛൻ നൽകുന്ന സത്യമായ വഴി, ആളുകൾ വെള്ളത്തിൽ ചാടിക്കുന്ന വഴിയല്ല, സത്യമായ ലളിതമായ ഒരു വഴി പറഞ്ഞു കൊടുക്കാനുള്ള ലഹരിയോടുകൂടി ജ്ഞാനം കൊടുക്കണം. ബഹുത് സഹജഹ്യ. ഇത് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. കൊടുത്ത് നമുക്കിത് വളരെ എളുപ്പമായിട്ട് തോന്നും. ഭക്തി മാർഗമെന്തോ തക്ലീഫ് ബഹുത്. ഭക്തിമാർഗത്തിൽ ബാബ പറയാണ് കഷ്ടതകൾ കണ്ടമാനമാണ്. കിത്തനെ ഹഠയോഗ് പ്രാണായാമാദി കർത്തേ ഹി നദിമേ ജാക്കർ സ്നാൻ കർത്തേ ഹി ബഹുത് തക്ലീഫ് രഹത്തെ. എത്ര ഹഠയോഗങ്ങൾ, പ്രാണായാമങ്ങൾ, പിന്നെ നദികളിൽ പോയി സ്നാനം ചെയ്യണം അല്ലെ, വ്രതം, ജപം, തപം, വേദാധ്യയനം, തീർത്ഥാടനം, അവർ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. അബി ബാബ കാത്തേഹി തും തക്ക് ഗയ. അപ്പോൾ ബാബ വന്നിട്ട് പറയാണ് നിങ്ങൾ കണ്ടമാനം ക്ഷീണിച്ചു. ബ്രാഹ്മണോം കോ ഹി സമझाया जाता है जो समझते हैं निराकार परमपिता परमात्मा से हमारा क्या संबंध है. ഇത് ബ്രാഹ്മണർക്കാണ് മനസ്സിലാക്കി തരുന്നത്. ആരാണോ നിരാകാരനായ പരമപിത പരമാത്മാവുമായി എന്താണ് ബന്ധമെന്ന് മനസ്സിലാക്കിയത് അവരാണ് ബ്രാഹ്മണർ. അവര് ഭക്തി പൂർത്തിയാക്കി. അവരോട് ബാബ പറയാണ് ഈ കഷ്ടപ്പാടൊക്കെ നിർത്തിയിട്ട് വളരെ എളുപ്പമായ ഒരു കാര്യം പറയാണ്. പരന്ധാമത്തിൽ ഇരിക്കുന്ന പവിത്രമായ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ മനസ്സ് പവിത്രമാണ്. മനസ്സ് പവിത്രമാകാണെങ്കിൽ ബവർണു എല്ലാം അതിന്റെ പിറകെ വന്നു. നല്ല ഭക്തർ ഇതൊക്കെ ചെയ്യുന്നതിന് ആത്മശുദ്ധിക്ക് വേണ്ടി, മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ബാബ പറഞ്ഞു അതിൽ കൂടെ ഒന്നും മനസ്സ് ശുദ്ധമാകില്ല. ശിവബാബ അക്ഷർ ശോഭ ദേത്താഹി രുദ്ര ബാബ ബി നഹീം കഹേങ്കെ. ശിവബാബ എന്നുള്ള വാക്ക് വളരെ മനോഹരമാണ്. രുദ്ര ബാബ എന്ന് വിളിക്കാറില്ല. കഹത്തെ ഹി ഹെ ശിവബാബ. ശിവബാബ എന്ന് പറയുന്നത് യഹ് ബഹുത് ഈസി. അപ്പൊ ബാബ പറയുന്നത് എത്ര എളുപ്പമായി അല്ലെ. രുദ്രൻ എന്ന് പറയുമ്പോൾ തന്നെ ഇത്തിരി കട്ടിയുണ്ട്.
ഇത് ബാബർ അത്രയും കട്ടി പോലും പറയണ്ട, ശിവ എന്ന് പറഞ്ഞാൽ മതി. നാമത്തോ ആർ ബി ഡർ ഹെ, പേര് ഇനിയും കണ്ടവാനുണ്ട്. പരന്തു അക്യുറേറ്റ് ഹെ ശിവ ബാബ, പക്ഷെ കൃത്യമായ പേരെന്താണ്? ശിവ ബാബ, കല്യാണകാരിയായ അച്ഛൻ, അത്രേ ഉള്ളൂ. ശിവമാന ബിന്ദി രുദ്രമാന ബിന്ദി നഹി. ശിവൻ എന്ന് പറയുമ്പോൾ ഒരു ബിന്ദുവാണ്, രുദ്രൻ എന്ന് പറയുമ്പോൾ ബിന്ദു അല്ല. ബൽ കഹത്തെ ബി ഹെ ശിവ ബാബ പരന്തു സമുചിതേ കുച്ച് ബി നഹി. ഭക്തരും ശിവ ബാബ എന്ന് വിളിക്കാറുണ്ട്, പക്ഷേ ഇതൊരു ബിന്ദുവാണ്, ഇത് എവിടെയാണ് ഇരിക്കണേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ശിവ ബാബ അവർ തും സാളിഗ്രാം ഹോ അഭി തും ബച്ചോം കെ സിർ പർ റെസ്പോൺസിബിലിറ്റി ഹി. ശിവ ബാബ ഒരു ബിന്ദു, നമ്മൾ കുട്ടികൾ ബിന്ദു, അവർ ഇത്രേ ഉള്ളൂ, പക്ഷെ കുട്ടികൾക്ക് കുറച്ച് ഉത്തരവാദിത്വമൊക്കെയാണ്. ജയ്സെ ഗാന്ധി ആദി സമുചിതേ ഭാരത് കോ ഇൻ ഫോറിനേഴ്സെ മുക്ത കർണാ ഹി. ഗാന്ധിജിക്കൊക്കെ ഒരു വിചാരമുണ്ടായിരുന്നു, ഈ ഭാരതത്തെ വിദേശികളിൽ നിന്ന് മുക്തമാക്കണം. ബഹുത്തോ ഹുയി ഹദിക്കി ബാത്, അത് പരിധി ഉള്ള കാര്യമാണ്. ബാബ തും ബച്ചോം കോ റെസ്പോൺസിബിൾ ബനാത്തെ ഹി. ബാബ കുട്ടികളെ വളരെ ഉത്തരവാദിത്തമുള്ളവരാക്കാണ്. ഖാസ് ഭാരത് അവർ ആം സാരി ദുനിയാക്കോ മായ രാവൺ ദുഷ്മൻ സെ ചുടാനായി. ഈ ഭാരതത്തെയും ഈ ലോകത്തെ മുഴുവനും മായ രാവണന്റെ ആ ശത്രുവിന്റെ ചതുപ്പിൽ നിന്നും ആളുകൾ അങ്ങ് ഇറങ്ങി ചാവാൻ പോകാണ്. ഈ ചാവാൻ പോകാൻ അത് വൃത്തികെട്ട ചതുപ്പാണ്, അതിൽ നിന്നും ഉയർത്തിയെടുക്കും. ഇൻ ദുഷ്മനോനെ സബ്കോ ബഹുത് ദുഃഖ ദിയാഹെ ഉസ്പർ ജീത്ത് പാനി. പറഞ്ഞു ഈ ശത്രു എല്ലാവരെയും വളരെ കഷ്ടപ്പെടുത്തി. ഈ യുക്രൈനിൽ റഷ്യയിലൊക്കെ കിടന്ന് അടിക്കുന്നതിന്റെ കാര്യം എന്താ? എത്ര വിമാനങ്ങൾ വെടിവെച്ചിരുന്നു, എത്ര മനുഷ്യർ, ഇടയ്ക്ക് വീഡിയോ കാണണം, എന്തോ ഒരു ദാരുണമായ ഇതാണ്. ഇതൊക്കെ ആരാ ചെയ്യിപ്പിക്കുന്നത്? ഇവര് തമ്മിൽ ശത്രുക്കളാണോ? ഒന്നുമല്ല, മായാരാവണൻ. ഈ ലോകത്തിലെ സകല ദുഃഖങ്ങൾക്കും കാരണം മായാരാവണനാണ്. അത് നമ്മൾ എല്ലാവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അവർ അതിന് ജയിച്ചാൽ മതി. ജയ്സെ ഗാന്ധിനെ ഫോറിനേഴ്സ് കോ ഭഗായ രാവൺ ബി ബഡാ ഫോറിനർ ഹി. ഗാന്ധിജി വിദേശികളെ ഓടിച്ചു, ഈ രാവണൻ വലിയ വിദേശിയാണ്. ദ്വാപരമേം രാവൺ ഖുസ് ആതാ ഹി കിസ്കോ പദാബി നഹീം പഠിത്ത രാവൺ ആക്കാർ സാരാ രാജ്യ ചീനിലെത്താ. ദ്വാപരയുഗത്തിലാണ് ഈ രാവണൻ ഇടിച്ചു കയറിയത്. എന്നിട്ട് ബാബ പറയാണ്, മൊത്തം രാജ്യം അപഹരിച്ചു, ആർക്കും അറിയാൻ പാടില്ല. നമ്മുടെ എല്ലാ സുഖങ്ങളും അപഹരിച്ച് ഈ ലോകത്തെ മുഴുവൻ കീഴടക്കി കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ശത്രു മാറി നിന്ന് നമ്മളെ പരസ്പരം ശത്രുവാക്കി കല്ലുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ശത്രുവിന്റെ ഏറ്റവും വലിയ മിടുക്ക്. ശത്രു മാറി നിൽക്കുകയാണ്, എന്നിട്ട് നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു ആരും അറിഞ്ഞില്ല, രാജ്യം മുഴുവൻ അപഹരിക്കപ്പെട്ടു. ഏത് സബ്സെ പുരാന ഫോറിനർ ഹെ ജിസ്നെ ഭാരത് കോ ഐസ കങ്കാൽ ബനായ ഹെ. ഇതാണ് ഏറ്റവും പഴയ വിദേശി, ഇവനാണ് ഈ ഭാരതത്തെ നശിപ്പിച്ചു കളഞ്ഞത്. ഉൻകി മതസെ ഭാരത് ഐസ ഭ്രഷ്ടാചാരി ബൻ പടാ. ആ രാവണ മതപ്രകാരം ഈ ഭാരതം ഇത്രയും ഭ്രഷ്ടാചാരമായി. ഈ ദുഷ്മൻ കോ ഭഗാന. അപ്പൊ ബാബ നമുക്ക് തന്നിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി എന്താണ് അല്ലെ? പരിധിയില്ലാത്ത ബാബുജി പറയാണ്, ഈ ശത്രുവിനെ ഓടിക്കണം. ശ്രീമത്ത് മിൽത്തേഹേ യഹ് കൈസേ ഭാഗേഗ. ഇത് എങ്ങനെ ഓടും? അതിനാണ് ശ്രീമത്ത് നൽകിയിരിക്കുന്നത്. തുംകോ ബാബുക്ക മദദ്ഗാർ ബനന. നമ്മൾ ബാബയുടെ സഹായികളാകും. മേരെ ബനക്കർ അവർ പരമത്ത് പർ ചലേത്തോ ഗിർപടേഗ. എന്റെ കുട്ടിയായിട്ട് പരമതപ്രകാരം നടക്കുകയാണെങ്കിൽ വീണു പോകും. പൂഞ്ച് പത്ത് പാൻ അഹിയ സകേഗി. ഉയർന്ന പദവി നേടാൻ പറ്റില്ല. ഗായാബി ജാത്താഹെ ഹിമ്മത്തെ ബച്ച്. ഇതിനൊരു മഹിമയുണ്ട്, തന്റെ ഇടമുള്ള കുട്ടിയെ ദൈവം സഹായിക്കും. തും ഹോ ഖുദായി ഖിദ്മത്കാർ. നമ്മൾ ഖുദായി ഖിദ്മത്കാർ. ഖുദാ ആക്കർ തുമാരി ഖിദ്മത് കർത്തേ ഹെ. ഈശ്വരൻ വന്ന് നമ്മുടെ സേവ ചെയ്യാണ്. ഉൻകോ യാദ് കർത്തേ ഹെ കി ഹേ പതിത് പാവനാവ്. എല്ലാവരുമായി ഈശ്വരൻ വിളിക്കുന്നുണ്ട്, ഹേ പതിത പാവന വരും. ഖിദ്മത് കർണേ വാലോംകോ സർവന്റ് കഹാ ജാത്താ ഹെ. സേവ ചെയ്യുന്നവരെ സർവന്റ് എന്നാ വിളിക്കുന്നത്. ബാബ കിത്തനെ നിരഹങ്കാരി നിരാകാർ. ബാബ സ്വയം സർവന്റായിട്ടാ വന്നിരിക്കുന്നത്. എത്ര നിരഹങ്കാരിയാണ്, നിരാകാരിയാണ്. നിരഹങ്കാരി നിർവികാരി ബനന സിഗലാത്തെ. നമ്മളെയും ബാബ പഠിപ്പിക്കുന്നത് എന്താ? നിരാകാരി ആകണം, നിരഹങ്കാരി ആകണം. ആപ്പ് സമാൻ ബനാക്കർ കാണ്ടോം കോ ഫുൽ ബനാനാഹി. തനിക്ക് സമാനമാക്കി മുള്ളുകളെ പൂക്കളാക്കണം. ഗ്യാരണ്ടി കി ജാത്തി ഹെ ഹം വികാർമേം നഹീം ജായെങ്കെ. ഞങ്ങൾ വികാരത്തിലേക്ക് പോകില്ല എന്ന് ബാബയ്ക്ക് ഉറപ്പ് കൊടുക്കണം. യഹ് സബ്സെ പുരാന ദുഷ്മൻ. ഈ വികാരങ്ങളാണ് ഏറ്റവും വലിയ ശത്രു. ഇൻ പർ ഹി ജീത്ത് പാനി. അതിനെ തന്നെ ജയിക്കണം. കൊയ് തോ ലിഖത്തെ ബാബ ഹംനെ ഹാർ ഖായി കൊയ് തോ ബദലാത്തെ പിന്നെ. ചിലര് ബാബയ്ക്ക് എഴുതുന്നുണ്ട്, ബാബ ഞങ്ങൾ തോറ്റുപോയി. പലരും പറയുന്നില്ല. ഏക് തോ നാം ബദനാം കർത്തേ ഹെ സദ്ഗുരു കി നിന്ദ കരാത്തേ ഹെ തോ വഹ അപ്നാ ഹി നുഖ്സാൻ കർത്തേ. ഒന്ന് അവരുടെ പേര് ചീത്തയാവുന്നു, രണ്ട് സദ്ഗുരുവിനെ നിന്ദിക്കുന്നു. ബാബ പറയാണ്, നഷ്ടം അവരവർക്ക് തന്നെയാണ്. തും ബച്ചേ ജാൻതേ ഹോ അഭി ഹം ശിവബാബ കെ പോത്രേ പോത്രയായി. കുട്ടികൾക്ക് അറിയാം, നമ്മളിപ്പോൾ ശിവബാബയുടെ പേരക്കുട്ടികളാണ്. പ്രജാപിത ബ്രഹ്മാക്ക് ബച്ചേഹി. പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികളാണ്. ബ്രഹ്മാബി വർഷ ശിവബാബാസയിലെത്തെ. ബ്രഹ്മാവും ഈ സമ്പത്ത് എടുക്കുന്നത് ശിവബാബയിൽ നിന്നാണ്. തുമ്പി ഉൻസയിലെത്തേഹോ.
നമ്മളും എടുക്കുന്നത് ശിവാവിൽ നിന്നാണ്. ബച്ചേ ജാൻതേ ഹേ ബാബ സെ കൽപ്പ പഹലെ വർഷ ദിയാ ഥാ. കുട്ടികൾക്കറിയാം ഇത് പുതിയ കാര്യമൊന്നുമല്ല, കഴിഞ്ഞ കൽപ്പത്തിലും നമ്മൾ ബാബയിൽ നിന്ന് സ്വത്തെടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് ഇത്തവണയും കിട്ടും. ആത്മാ സമച്ചിട്ട് ആത്മാവിനറിയാം. ആത്മാ ഹി ഏക ശരീർ ചോട് ദൂസര ലേത്തി ഹി. ആത്മാവാണ് ഒരു ദേഹം വിട്ട് അടുത്ത ദേഹത്തിലേക്ക് പോകുന്നത്. ശരീർ കാ നാം പഠിത്താ, പക്ഷെ പേര് ശരീരത്തിനാണ് അല്ലെ, ദേഹത്തിന് പേര്. പേര് നമ്മൾ ഒരു 28 നാളാകുമ്പോൾ ഒരു പേരിടും. അത് ആത്മാവിനല്ല, ദേഹത്തിനാണ്. ശിവബാബ തോ സിർഫ് നോളജ് ദേനലിയെ ലോൺ ലെത്തി. ശിവബാബയ്ക്ക് അങ്ങനെ ഒരു പേരുള്ള ശരീരമില്ല. ബാബ പറയാണ് കേവലം ഈ അറിവ് നൽകാൻ വേണ്ടി ഞാനൊരു കടമെടുക്കാണ്. ശിവ ഭഗവാൻ വാച ബ്രഹ്മാക്കെ തൻദ്വാര. ബ്രഹ്മാവിന്റെ ദേഹത്തിലൂടെ ശിവ ഭഗവാൻ വാച. ഇൻ ബാത്തോമേ ഭി ജാനെ സെ കോയി ഫായദ. ബാക്കി ജാസ്തി ബാത്തോമേ ജാനെ കി ദർക്കാർ നഹി. ബാക്കി കൂടുതൽ വിസ്താരത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ആത്മാ നികൽ ജാതി ഹെ ഫിർ ക്യാ ഹോത്താ ഹെ കൈസെ ആത്തി ഹെ ഇൻ ബാത്തോമേ ഭി ജാനെ സെ കോയി ഫായദ. ഈ ആത്മാവ് ദേഹം വിട്ട് അങ്ങടേക്ക് പോകും. അത് സൂക്ഷ്മലോകത്തിലായിരിക്കും, പരന്താമത്തിൽ പോകും. അതുപോലെ ഇത് എങ്ങനെയാണ് ശരീരത്തിൽ പ്രവേശിച്ചത്? അപ്പൊ അവർ ഇങ്ങനെയൊക്കെ കൂടുതൽ ചിന്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഏകത്വ സാക്ഷാത്കാർ. ഇതൊക്കെ ഒരു സാക്ഷാത്കാരങ്ങളാണ്. ജോ കുച്ച് ബി ഹോത്താ ഹെ സാക്ഷാത്കാർ. സാക്ഷാത്കാരത്തിൽ പലതും കാണും, അതും കൂടുതൽ ചിന്തിക്കേണ്ട. സൂക്ഷ്മോധൻ കാ രാസ്ത അഭികുലാഹുവ. ഈ സൂക്ഷ്മലോകത്തിലേക്കുള്ള വഴിയും ഈ സമയത്താണ് ബാബ തുറക്കുന്നത്. ബഹുത് ജാത്തെ ആത്തേഹി. ധാരാളം പേര് സൂക്ഷ്മലോകത്ത് പോകുന്നു വരുന്നു. നല്ല ഭാവനയിൽ അവര് സൂക്ഷ്മ ശരീരത്തുമായിട്ട് തന്നെ പോകും. ഇസ്മയം ജ്ഞാന യോഗയ്ക്ക് പോയി ബാത്തിനെ, പക്ഷെ അതിൽ ജ്ഞാനവും യോഗമൊന്നുമില്ല. ഭോഗ ലഗാത്തേഹെ ആത്മാ ആത്തേഹെ ഖിലാത്തെ പിലാത്തേഹെ യഹ് സബഹെ ചീർച്ച. ഭോഗ് വയ്ക്കുമ്പോൾ ബാബ പറയുന്ന നല്ല കഴിവുള്ള സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ആത്മാവിനെ കൊണ്ടുവരും അവര്, എന്നിട്ട് ആത്മാവുമായിട്ട് സംസാരിക്കും. ബാബർ അതൊരു ചിറ്റാറ്റാണ്, അതിലൊന്നും വലിയ കാര്യമില്ല. ബാബുക്ക ബച്ചോംബർ ബഹുത്ത് ലൗകി. ബാബിക്ക് കുട്ടികളോട് വലിയ സ്നേഹം. തും ബച്ചേ കാത്തേഹോ ബാബ്ദാദ ഹം ആയേ ഹെ ശിവ് അവർ പ്രജാപിത ബ്രഹ്മാഹി. കുട്ടികൾ പറയുകയാണ് ബാബ്ദാദ ഞങ്ങൾ വന്നു, ശിവനും ബ്രഹ്മാവും. ബ്രഹ്മാക്കോ കാത്തേഹി ഹെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ബ്രഹ്മാവിനെ വിളിക്കുന്ന എന്താണ്? മുതു 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 അല്ലെ, 84 മുതു എന്ന് പറയണം, മുത്തച്ഛനാണ്. കിത്തന ബഡാ സിജരാ. ആ ബ്രഹ്മാവിൽ നിന്നും എത്ര വലിയൊരു വൃക്ഷമാണ് ഉണ്ടാകുന്നത്. ഇൻകോ ശിവബാബത്വ നഹീം കഹേ. എന്നാൽ ബ്രഹ്മാവ് ശിവനൊന്നുമല്ല. യഹം യഹ് മനുഷ്യം കാ സിജരാഹി. ഇഹലോകത്തിൽ മനുഷ്യ സൃഷ്ടി വൃക്ഷമാണ്. യഹ് കോർപ്പോറിയൽ കി ബാത് ഹി. ഇത് സാകാരത്തിന്റെ കാര്യം. സബി ബിരാദരിയോം സെ യഹ് പഹല നമ്പർ മുഖ്യ ബിരാദരി ഗായി ജാത്. എല്ലാ മനുഷ്യവംശങ്ങളും തുടങ്ങുന്നത് അല്ലെ, സൂര്യവംശവും ചന്ദ്രവംശവും വൈശ്യവംശങ്ങളും ശൂദ്രവംശങ്ങളും എല്ലാത്തിന്റെയും തുടക്കം ബ്രഹ്മാവിൽ നിന്നാണ്. ബഡാ നാടക. ഇത് വലിയൊരു നാടകമാണ്. അപ്പൊ ബച്ചെ അച്ചി രീതി സമച്ചിത്തെ. ഇപ്പോൾ കുട്ടികൾ ഇതൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലായി. കൊയ് നഹീംബി സമച്ചിത്തെ ഹോങ്കെ. ചിലർക്ക് മനസ്സിലായിട്ടില്ല. ഇത്തനാത്തോ സമച്ചിത്തെ ഹോങ്കെ ബരോബർ ശിവബാബ സബ്കാ ബാബെ. ഇത്രയെങ്കിലും മനസ്സിലായി കാണുമായിരിക്കും. ശിവബാബ എല്ലാവരുടെയും അച്ഛനാണ്. വർഷ മിൽത്താഹി ദാദേസെ ഇൻകോബി മിൽത്താഹി. സ്വത്ത് നമുക്ക് കിട്ടുന്ന മുത്തച്ഛനിൽ നിന്നാണ്. ബ്രഹ്മബാബയ്ക്കും സ്വത്ത് കൊടുക്കുന്നത് ശിവബാബയും. അച്ഛാ ബ്രഹ്മാക്കോബി ഭൂൽ ജാവ്. ബാബ ബ്രഹ്മാവിനെ അങ്ങ് മറന്നേക്കും. സദായി ഹോകെ ബാക്കി വിവാഹ നിശ്ചയം ശിവനുമായിട്ട് ജീവാത്മാവിന്റെ നടക്കും. ഇടയ്ക്ക് ദല്ലാളും ബ്രഹ്മാവും. ബാബ കല്യാണം കഴിഞ്ഞിട്ട് എന്തിനാ ദല്ലാള്? ദല്ലാൾക്കോ യാതിനഹീം കിയാ ജാത്. മൂന്നാംകാരനെ ദല്ലാളിനെ ഓർമ്മിക്കണ്ട. യഹ് ദലാൾ ഹെ സദായി കരാർ. ബ്രഹ്മാവ് ദല്ലാളാണ്. കഹത്തെ ഹേ ബച്ചെ ആത്മാവം സെ ബാത്ത്. ഇവിടെ ബച്ചെ എന്ന് വിളിക്കുന്നത് ആത്മാക്കളോട് പരമാത്മാവാണ്. ആത്മാ യാദ് കർത്തേ ഹെ ബാബ ആക്കർ ഹംകോ പാവൻ തരാം. ആത്മാവിനും ബ്രഹ്മാവിനെ വിളിച്ചിട്ടില്ല. ഭക്തിമാർഗത്തിൽ ആരും ബ്രഹ്മാവിനെ വിളിക്കാറ്, ആദത്തെയും വിളിക്കാറ്. ആദത്തിന് പള്ളിയില്ല, ബ്രഹ്മാവിന് അമ്പലം. എല്ലാവരും വിളിച്ച ആ പരമാത്മാവിനെ തന്നെയാണ്. ആ പരമാത്മാവ് വന്നിട്ടുണ്ട്. ബാബ പറയാൻ എനിക്ക് വരണയിലൊരു ദേഹം വേണം. ആ ദേഹത്തെ ഓർമ്മിക്കേണ്ട കാര്യമില്ല. ബാബ കദ്ദേഹെ മുझे യാദ് കരോ തോ തും പാവൻ ബനത്തെ ജായേംഗെ ഔർ കോയി ഉപായ नहीं. ബാബ പറയാണ് നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പാവനമാകും. പാവനമാകാൻ വേറൊരു ഉപായമില്ല. എനിക്ക് ബ്രഹ്മാവിനോട് ഭയങ്കര സ്നേഹമാണ്. ബാബ ഒരു കാര്യമില്ല. ബ്രഹ്മാവിനെ സ്നേഹിക്കുന്നതാണ് ഈ ദേഹത്തെ ഓർമ്മിച്ചിട്ട് ഒരു കാര്യമില്ല. പാവനമാകാനായിട്ട് ഒറ്റ ഉപായമുള്ളൂ, ശിവബാബയെ തന്നെ ഓർമ്മ. ശാന്തിധാം സെ ഫിർ തുംകോ സ്വർഗമേം ഭേജ് ദേംഗെ. ശാന്തിധാമത്തിൽ നിന്നും ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കും. യഹ് ഹെ പിയർ ഘർ വഹ് ഹെ സസ്തു. ഈ സംഗമയുഗം അച്ഛന്റെ വീടാണ്. സത്യയുഗം ബാബ പറഞ്ഞു അമ്മായിച്ചന്റെ വീടാണ്, ഭർത്തൃഗൃഹം. പിയർ ഘർമേ ദേവർ ആദ്യ നഹീം പഹനത്തെ കായതനെ. അച്ഛന്റെ വീട്ടിൽ ആഭരണം ധരിക്കാൻ പാടില്ല. ബാബർ അത് നിയമമല്ല. യഹ് ആജിക്കൽ ഫാഷൻ ഹോകെ. ഇക്കാലത്തെല്ലാം ഫാഷനാണ്. ഈ സമയത്തും ജനത്തെ ഹോ ഹം സസുർഘർ ജാക്കർ യഹ് സബ് പാകൻ. ബാബ പറയാണ് സംഗമത്തിലെ അച്ഛനെടുത്തത് കഴിച്ചു കൊടുക്കും. ബ്രഹ്മബാബ എന്ത് ചെയ്തു? മക്കളുടെയും മരുമക്കളുടെയും ഭാര്യയുടെയും എല്ലാ ആഭരണം അഴിച്ച് ശിവബാബയ്ക്കും. എന്നിട്ട് ആഭരണമില്ലാത്തവരെ
അതുകൊണ്ട് അവിടെ എല്ലാ വിധത്തിലുള്ള അലങ്കാരം. ബാബ പറയുന്ന കുട്ടികളെ സംഗമത്തിലെ ആഭരണമൊന്നും അണിയണ്ട. അതൊക്കെ ബാബ പറഞ്ഞു അവിടെ പോയിട്ട് അണിയുക. ഷാദിക്ക് സമയം കന്യാക്കോ പകലെ സബ് ഉദാർ ദേത്തെ പുരാനെ കപ്പടെ. ഭാരതത്തിലെ പല സ്ഥലത്തും വിവാഹ സമയത്ത് ആ പെൺകുട്ടിക്ക് പഴയ ഡ്രസ്സൊക്കെ ധരിപ്പിക്കും. അല്ലെ, ബാബർ എല്ലാ ആഭരണം അഴിച്ചു മാറ്റും വിവാഹത്തിന്റെ തലേന്ന്. തും ജനത്തെ ഹോ ബാബ ഹംകോ ശൃംഗാർ രഹേഹി സസുഘർ ലജാൻ. പിറ്റേ ദിവസമാണ് കുളിപ്പിച്ച് നല്ല രീതിയിൽ അലങ്കരിച്ച് അല്ലെ ആഭരണമൊക്കെ ധരിപ്പിക്കും. അപ്പൊ സംഗമയുഗത്തിൽ ബാബ പറയാണ്, ബാബ വരുന്ന സമയത്ത് നമ്മൾ എന്താണ്, ലാളിത്യം ഉണ്ടായിരിക്കും, വളരെയധികം ലാളിത്യത്തോടും ചെയ്യും. അപ്പൊ ബാബ പറയണു നമുക്ക് അവിടെ എല്ലാം ഇഷ്ടംപോലെ കിട്ടി. അല്ലെ, ഇപ്പൊ പലരുടെയും വിചാരം എന്താ, അവിടെ കിട്ടിയെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഇവിടെ ഉള്ളത് വിടണ്ട. ബാബ എൻ്റെ അടുത്ത് അങ്ങനെ പാടും. നമ്മൾ എത്രത്തോളം നിശ്ചയബുദ്ധികളാണ് അത്രത്തോളം വിജയികളാവും. ഇക്കാര്യത്തിലൊക്കെ നല്ല നിശ്ചയം വേണം. അപ്പൊ ബാബ പറയാണ്, കുട്ടികളെ ഞാൻ നിങ്ങളെ അലങ്കരിച്ച് അവിടെ കൊണ്ടുപോയിട്ട് 21 ജന്മത്തേക്ക് ആഭരണം നൽകും. 21 ജന്മം സദാ കേലിയ രഹേം. 21 ജന്മം സദാ കാലത്തേക്ക്. അല്ലെ, ദേവതകൾക്ക് ആഭരണവും കൊട്ടാരവും എല്ലാം ഉണ്ട്. പക്ഷെ സംഗമയുഗത്തിൽ ബാബ പറയാണ് എല്ലാം അഴിച്ചു തരണം. ഹാം ഉസ്കേലിയെ പുരുഷാർത്ഥ കർണാപ്പടെ പവിത്രരഹനം. ആഭരണം കഴിച്ചു കൊടുത്തുകൊണ്ട് അവിടെ കിട്ടുന്നെന്ന് വിചാരിക്കേണ്ട. പരിശ്രമിച്ച് പവിത്രമായാൽ മാത്രമേ അവിടെ കിട്ടൂ. അപ്പൊ പവിത്രതയുടെ ഒരു ഭാഗമാണ് ഇഹലോകത്തിലെ രാവണന്റെ അനാവശ്യമായ സ്വത്തുകളൊന്നും എനിക്ക് വേണ്ട. അതുകൊണ്ടാണ് ഗൃഹസ്ഥ വ്യവഹാരമേയും രഹത്തെ കമലഭൂല സമാൻ രഹൻ. പക്ഷെ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഇതിലെ ആഭരണവും നല്ല ഡ്രസ്സൊക്കെ ആവുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് നാട്ടുകാരെ കാണിക്കാനും ഭംഗിക്കും വേണ്ടിയിട്ട് കഴിക്കരുത്. ഒരു ഭാവമില്ല, ഒരു ലോകമര്യാദക്ക് അത്യാവശ്യം ഇരുക്കണം. എങ്ങനെ ഗൃഹസ്ഥത്തിൽ ജീവിക്കണം? താമര പുഷ്പ സമാനം. ഇതൊന്നും എൻ്റെ അല്ല, ദേഹം എൻ്റെ അല്ല, വീടെൻ്റെ അല്ല, മക്കളെൻ്റെ അല്ല, ഭർത്താവിൻ്റെ അല്ല, അച്ഛനും അമ്മയും ഒന്നും എൻ്റെ അല്ല. ഒരേ ഒരു ശിവബാബ മാത്രം. ബാക്കി ഇതെല്ലാം ശിവബാബയുടെ ഞാൻ നിമിത്തമായിട്ട് ട്രസ്റ്റ് ചെയ്യായിട്ട് ചെയ്യും. അതിനാണ് കമലപുഷ്പ സമാനം. ഏക അന്തിम ജന്മ, അവസാന ജന്മത്തിലാണ് ബാബ ഇത് പഠിപ്പിക്കുന്നത്. ബാബ സമച്ചാത്തേക്ക് പകലെ അവിവിചാരി സദോപ്രധാൻ ഭക്തി തീ അബ് തമോപ്രധാൻ ഹോകി. ഈ ഭക്തിയിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഭക്തി വളരെ നല്ല ഭക്തിയായിരുന്നു ഇവിടെ. ഇപ്പൊ തമോപ്രധാന ഭക്തിയാണ്. ഒരൊറ്റ ഭക്തർ ഇതൊന്നും ചെയ്യത്തില്ല, ഒന്നും വിട്ടുകൊടുക്കില്ല. എല്ലാം ഒരു ഗേറ്റ്, ഒരു വിളക്കമ്പലത്തിൽ കൊടുത്താൽ അതിൽ എഴുതി വെച്ചേക്കും, ഇതെന്റെ ഞാനാണ് കൊടുക്കുന്നത്, പിന്നെ ഇന്നാളുടെ മോൻ, അച്ഛന്റെ പേര്. അപ്പൊ അച്ഛന്റെ പേരും വന്നത്. പിന്നെ അച്ഛൻ ആരുടെയാണ്? മുത്തച്ഛന്റെ പേര്. അങ്ങനെ 3 പേരുടെ പേര് അവിടെ എഴുതി ഒരു വിളക്ക് കൊടുത്തിട്ട്. അതിന്റെ മുപ്പലത്തെ പേര് അറിയാൻ പാടില്ല, എന്റെ അതും എഴുതി വെച്ച്. അപ്പൊ വിളക്ക് കൊടുത്തതിന് വല്ല പുണ്യം. ഒരു ഗേറ്റ് പണിത് കൊടുത്ത പിന്നെ പറയണ്ട, വേറെ പല ഹോളൊക്കെ പണിത് കൊടുത്ത പിന്നെ പറയണ്ട. അപ്പൊ ഭക്തി മുഴുവൻ തമോപ്രധാനമായി. ബാബ പറഞ്ഞ നേരത്തെ നല്ല ഭക്തിയായിരുന്നു. ബോംബെ മേ ഗണേഷ് കി പൂജ ഹോത്തി ഹെ ലാഖോം ഖർച്ചാ കർ. ബോംബെയിൽ ഗണേശ പൂജയുണ്ട്, ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്നത്. ദേവതാവും കോ ക്രിയേറ്റ് കർ ഉൻകി പാലന കർ ഫിർ ഡുബോ ദേത്തെ വിനാശ് കർ ദേത്തെ. ദേവതകളുടെ ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി അതിനെ അവരെ ഇങ്ങനെ കുളിപ്പിച്ച് പൂജിച്ച് അവസാനം അത് നിമഞ്ജനം, അല്ലെ, നിമഞ്ജന യാത്ര എന്നും പറഞ്ഞ് ഉള്ള വണ്ടിയൊക്കെ എടുത്ത് റോഡൊക്കെ ബ്ലോക്ക് ആക്കി ബാബ പറഞ്ഞ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ആ വിഗ്രഹം കൊണ്ടുപോയി കൊടുക്കും. അതോടുകൂടി ഹിന്ദുക്കൾ നന്നായി. അഭി തും ബച്ചോം കോ വണ്ടർ ലഗത്ത. ഇന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. തും സമച്ചാ സക്തേ ഹോ യഹ് ക്യാ രസമരിവാസി. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചത്? ഇതൊക്കെ നമുക്ക് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ദേവിക്ക് ജന്മദേ പൂജാക്കർ ഖിലാ പിലാക്കർ ഷാദമാന കർ ഡുബാദേത്തെ. അതേപോലെ ദേവി പൂജ ചെയ്യും. ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കി എല്ലാം അണിയിച്ച് കഴിപ്പിച്ച് കുടിപ്പിച്ച് പൂജിച്ച് ബാബ പറഞ്ഞു അവസാനം വെള്ളത്തെ കൊണ്ട് പൊക്കിക്കളയും. വണ്ടർ ഹി, അത്ഭുതമാണ്. തുളസിക്ക് ഷാദി കൃഷ്ണാസിദ്ധിക്കാർ. പിന്നെ ഹിന്ദുക്കൾ എന്ത് ചെയ്യും? കൃഷ്ണനും തുളസിയും തമ്മിൽ, തുളസി മരവും തുളസി ചെടിയും കൃഷ്ണനും കൂടി തമ്മിൽ കല്യാണം നടത്തി. ഇവിടെ ധൂംധാംസെ ഷാദി കർത്തെ. അത് വെറുതെ ഒന്നല്ല, നല്ല പൈസ മുടക്കി തന്നെ. ഫോറിനേഴ്സ് ഐസി ബാത്തേ സുനത്തെ തോ സമझते हैं शायद ऐसा होता हो. ഈ ഫോറിനേഴ്സ് ഈ ബൈബിളൊക്കെ പഠിച്ച് ഒരു തുമ്പും പാലും ഇല്ലാണ്ടിരിക്കും. അപ്പൊ ഇവിടെ എന്തെങ്കിലും പഠിക്കാനാണ് ഇവിടെ വരുന്നത്. അപ്പൊ അവരിതൊക്കെ കേൾക്കുമ്പോഴായിരിക്കും ഇതൊക്കെ ചിലപ്പോൾ ഉള്ള കാര്യമായിരിക്കും. അപ്പൊ അവരത് കുറെ വിശ്വസിക്കും. പിന്നെ അവര് വിശ്വസിച്ചാൽ ശരിയെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അവർ പറഞ്ഞാൽ മതി. തന്നെ ക്യാക്ക ബൈയുടെ ബാധ്യം തന്നെ ബാബ പറയാണ്, ദൈവം വന്ന് പറയാണ് എന്തെല്ലാമാണ് ഈ ഭക്തിയിൽ കാണിച്ചു വെച്ചു. യഹന്തോ ജുവ ആദിക്ക് കൊയ് ബാത്ത് നഹി. ചൂത് കളിച്ചു എന്നാ പറയുന്നത്. പാണ്ഡവര് ചൂത് കളിച്ചു. ബാബർ ഇവിടെ ഒരു ചൂത് കളിയൊന്നും ഇല്ല. വഹുതോ കഹദേത്തെ പാണ്ഡവനെ ജുവ ഖേല ദ്രൗപദിക്കോ ദാവപരഹ. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് പാണ്ഡവര് ചൂത് കളിച്ചു, ദ്രൗപദിയെ പണയം വെച്ചു. ക്യാ ക്യാ ബാത്തേം ബനായി ഹെ ഇസേ രാജോയ്ക്ക് ബാധ്യത്വം ബിൽക്കുൽ ഗും ഹോ ജാത്ത. ബാബർ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള കഥകളൊക്കെ പഠിച്ച് കാര്യമുണ്ടല്ലോ, രാജയോഗം, അതെല്ലാരും മറന്നു. അപ്പൊ ബാബ കഥയ്ക്ക് മുച്ചേ യാദ് കരോ യഹ് തോ ബിൽക്കുൽ സഹ. അപ്പൊ ബാബ പറയാണ് ഈ കഥയൊന്നും അന്വേഷിക്കാൻ പോകണ്ട. ഇങ്ങനെ പണയം വെച്ചു, യുദ്ധം നടന്നു, വസ്ത്രാക്ഷേപം നടത്തിയോ, ബാബർ ഇതൊന്നും നിങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ പോകണ്ട. പകരം ബാബ എന്താ പറയുന്നത്? എന്നെ ഓർമ്മിച്ചാൽ മതി. വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പുരാണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? കാടാണ്. ഈ കാടിനകത്ത് പോയാൽ പിന്നെ പുറത്തു കിടക്കാൻ പറ്റും.
ഇത് ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടും, എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും, കിട്ടിയെന്ന് പറഞ്ഞ് നടക്കും, എന്ത് കിട്ടി? बुद्धि में आना चाहिए हम 21 जन्मों के लिए स्वर्ग क्षीर सागर में जाते हैं. ബുദ്ധിയിൽ ഇങ്ങനെ വരണം, 21 ജന്മത്തേക്ക് നമ്മൾ സ്വർഗത്തിലേക്ക് ക്ഷീരസാഗരത്തിലേക്ക് പോകും. അഭി യഹ് വിഷയസാഗർ, ഇന്ന് ഈ ലോകം വിഷയസാഗരം. വിഷയസാഗർ സെ നികൽ ഒരു ക്ഷീരസാഗർ में तुम जा रहे हो. ഈ വിഷയസാഗരത്തിൽ നിന്നും നമ്മൾ ക്ഷീരസാഗരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുമാരി ഹെ നയ്യബ, ഇതൊക്കെ ഒരു പുതിയ കാര്യം. ഭക്തിമാർഗത്തിൽ ഇങ്ങനെ എന്തെല്ലാം കഥകളും അതൊക്കെയാണ്. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് വളരെ ലളിതമായി പരന്താമത്തിൽ തന്നെ ഓർമ്മിച്ചാൽ മതി, അപ്പുറത്തേക്ക് കടക്കാം. ഇത് പുതിയൊരു കാര്യം. മനുഷ്യ സുനുക്കർ പണ്ടും കാര്യം, ഇതൊക്കെ മനുഷ്യർ കേൾക്കുമ്പോൾ മനുഷ്യർക്ക് അത്ഭുതം വരും. തും ബച്ചേ സമചിതേ ഹോ ബരോബർ സ്വർഗമേ ഹം ബഹുത് സുഖിരേ. നമുക്കറിയാം സ്വർഗത്തിൽ നമ്മൾ വളരെ സുഖമുള്ളവരായിരിക്കും. ഹം വിശുക്ക മാലിക് ബനത്തെ ഹി, നമ്മൾ വിശ്വത്തിന്റെ അധികാരികളാകും. വഹം ഹമാരി രാജധാനി ചീന സഖം, അവിടെ നമ്മുടെ രാജധാനി ആർക്കും അപഹരിക്കാൻ പറ്റും. കാരണം നമ്മൾ അപഹരിച്ചു മേടിച്ചതല്ല, വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതല്ല. അതുകൊണ്ട് ആരും അവിടെ വെട്ടിപ്പിടിക്കാൻ പറ്റത്തില്ല. അബത്തോ കിത്തന പാർട്ടിഷൻ ഹെ ലളിത്തെ രഹത്ത്, കലിയുഗത്തിൽ എത്ര വിഭജനങ്ങളാണ്, എല്ലാം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തും ബച്ചും കോ സമച്ചാനാഹി തുമാര അസുൽ ദുഷ്മനകെ രാവൺ ഇൻപർ തും കൽപ്പ് കൽപ്പ് ചെയ്ത് പാത്തേഹു. കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നമ്മുടെ യഥാർത്ഥ ശത്രു ആരുമല്ല, വേറെ ആരുമല്ല, രാവണൻ. ബാബ പറയണു അതിനെ കൽപ്പകൽപ്പങ്ങൾ ജയിച്ചിട്ടുണ്ട്, ഈ കൽപ്പത്തെ ജയിക്കും. വേറെ ആരും നമുക്ക് ശത്രുക്കളിൽ, എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണ്. മായ ജയിത്തെ ജഗജിത് ബന്ധു, മായയെ ജയിച്ച് ജഗജിത്ത് ആകും. ഏഹ് ഹേ ഹാർ ജിത്ത്, ഇതൊരു ജയത്തിന്റെയും പരാജയത്തിന്റെയും കളിയാണ്. തും ജനത്തെ ഹോ ഹം വിജയ് ജരൂർ പകനേങ്കെ, നമുക്ക് ഉറപ്പാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ മായയെ ജയിക്കും. ഫേൽ നഹി ഹോ സക്തേ വിനാശ് സാമനെ കടാഹി, ബാബ പറയണ പരാജയപ്പെടില്ല, വിനാശം മുന്നിൽ നിൽക്കുന്നുണ്ട്. രക്തിക്ക് നദിയാൻ ബഹേങ്കി, ഇവിടെ വരാൻ പോകുന്ന എന്താണ്? രക്തപ്പുഴയാണ്. ഇതിനെ നാഹിയൊക്കെ മർത്തി, എത്ര നിരപരാധികളല്ല, എത്ര പേര് കൊല്ലം. ഇൻകോ നരക് അഥവാ ഭ്രഷ്ടാചാരി പതിത് ദുനിയ കഹാ ജാത്താ ഹി, ഈ ലോകം നരകമാണ്, ഭ്രഷ്ടാചാര ലോകമാണ്, പതിത ലോകമാണ്, പഴയ ലോകമാണ്. ഗാത്തെ ബിഹെ പതിത് പാവന, ഇവിടെ എല്ലാവരും വിളിക്കുന്നുണ്ട് പതിത പാവന വരും. ബാബ ഗാത്തെ ജൈസെ തും ആത്മാ സ്റ്റാർ ഹോ മെം ബി സ്റ്റാർ ഹോ, ബാബ പറയാണ് ഏതുപോലെ ആത്മാവ് ഒരു നക്ഷത്രമാണ്, അതുപോലെ ഞാനും ഒരു നക്ഷത്രമാണ്. ഹംബി ഡ്രാമാക്കെ ബന്ധമേ ബാന്ധേ ഹുയേ ഹേ ഇൻസെ കൊയ് ബി ഛൂട്ട് നഹി സക്, ഞാനും ഈ നാടകത്തിന്റെ ബന്ധനത്തിലാണ്. നാടകം അനാദിയായി ഉണ്ടാക്കപ്പെട്ടിരിക്കും. അവർ അതിന് ചോദിക്കണ്ട, അത് എന്തുകൊണ്ടാണെന്നൊന്നും ചോദിക്കരുത്. അതില് ഞാനും കളിക്കാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, ആർക്കും ഇതിന് മാറാൻ പറ്റില്ല. നഹീന്തോ മുझे क्या पड़ी जो इस पतित दुनिया में जाऊं, ഇല്ലെങ്കിൽ ബാബ പറയാണ് എനിക്ക് പതിത ലോകത്ത് വരേണ്ട കാര്യം. ബാബയ്ക്ക് അത്രയും തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്, ഞാൻ വരുന്നില്ല, ഞാൻ പതിത ലോകത്തിൽ പോവില്ല. ബാബ പറഞ്ഞു അങ്ങനെയൊന്നും തീരുമാനം എടുക്കാൻ പറ്റില്ല, നമ്മളെല്ലാവരും കളിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്, ബാബയും വിധിക്കപ്പെട്ടു. ബാബ പറയാണ് മെയിം പരംധാമേം രഹനെ വാല, ഞാൻ പരംധാമത്തിൽ കഴിയുന്ന ആളാണ്. ഈ ഡ്രാമമേ ഹരേക്ക് അപ്പന അപ്പന പാട്ട് ബജ, ഈ ഡ്രാമയില് ഓരോ ആത്മാവിനും അവരവരുടെ പാട്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു, ബാബ അതൊന്നും ചിന്തിക്കണ്ട, അതൊന്നും ചിന്തിച്ചിട്ട് ആരും കാര്യമില്ല, പകരം പരിഹാരത്തെ കുറിച്ച് ചിന്തിക്കും. ബാബ എപ്പോഴെന്ന് പറയും നിങ്ങൾ ഈ കാരണത്തെ കുറിച്ച് ചിന്തിക്കണം, ഡ്രാമയിലുണ്ടെന്നേ നിവാരണത്തെ കുറിച്ച് ചിന്തിക്കണം. ബാബ ചിന്തിക്കാണ് ഞാൻ എന്തിനാ ഈ പതിത ലോകത്ത് വരേണ്ട കാര്യം. ബാബ എന്റെ ഡ്രാമയിൽ പാട്ട് അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ആരും എന്നെ തിരിച്ചറിയുന്നില്ല, എല്ലാവരും കൃഷ്ണ ഗോവിന്ദ എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കാണ്, എല്ലാവരും തിരിച്ചറിയുന്നില്ല. ബാബ അങ്ങനെ ചിന്തിച്ചിട്ട് എന്താ കാര്യം, ബാബ എന്റെ പാർട്ട് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാർട്ട് ഉണ്ട്, ഒരാളുടെ പാർട്ട് വേറൊരാൾക്ക് കിട്ടും. അപ്പൊ ബാബ പറയണം അവരവരുടെ പാർട്ട് ഇഷ്ടപ്പെടണം, അവരവരുടെ പാർട്ട് അങ്ങ് അഭിനയിക്കും. ഈ ഫിക്കർക്ക് ബാധ്യനഹി, ഇതിൽ ചിന്തിക്കേണ്ട കാര്യം എന്താ, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പാർട്ട് അഭിനയിച്ചാൽ പോരെ. യഹം തോ ഫക്കൂർമേ ബേഫിക്കർ രഹത്തെ, ബിൽക്കുൽ സിമ്പിൾ. ബാബ പറയാണ് കുട്ടികളെ നല്ല ഉത്സാഹത്തില് നല്ല ചിന്തയില്ലാത്തവരായിട്ട് കഴിയും, എളുപ്പമുള്ള കാര്യമാണ്. ബാബ കൊയ് തക്ലീഫ് നഹി ദേത്തെ, ബാബ വല്ല കഷ്ടപ്പാട് നൽകും. സിർഫ് യാദ് കർണ അവർ കരാൻ, കേവലം നമ്മൾ ബാബയെ ഓർമ്മിക്കുക, മറ്റുള്ളവർക്ക് ഓർമ്മ കൊടുക്കുക. ബേഹത്ത് കാ ബാബ് ബേഹത്ത് കാ സുഖദേനെ ആയേഹി, പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സുഖം നൽകാൻ വന്നിരിക്കുകയാണ്. ഘർ ഘർമേ തുമക്കോ നിമന്ത്രൺ ദേന ഇത്തന കാം കർ, എല്ലാ വീടുകളിലും ഈ സന്ദേശം തെറ്റും, ബാബ അത് നിങ്ങൾ ചെയ്യും. തും ബച്ചോം പർ ഭാരി റെസ്പോൺസിബിലിറ്റി ഹി, കുട്ടികളിൽ വളരെ വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മായ ഭി ദേഖോ ഏകദം സത്യനാശ് കർ ദേത്തി, നോക്കൂ മായ സത്യനാശം ചെയ്യിപ്പിക്കുകയാണ്. ഭാരത് കിത്തന ദുഃഖി ഹോഗയ, ഈ മായ കാരണം ഭാരതം എത്ര ദുഃഖത്തിലാണ്. ദുഃഖ മായാനെ ദയ, അപ്പൊ ദൈവമാണ് ദുഃഖം നൽകിയത്, അല്ല മായയാണ്, നമ്മുടെ അറിവില്ലായ്മയാണ് നമുക്ക് ദുഃഖം നൽകിയത്.
अब तुम बच्चों को भाभी की मदद कर कांडों को पुल बनाए. ഈ മായ എന്താന്ന് ആർക്കും അറിയില്ല. ഈ മായ എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാൻ പാടില്ല. മായ എന്നൊക്കെ ഭക്തി പറയുന്നുണ്ട്. അപ്പൊ ബാബ പറയാണ് അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തന്നെ. അത് എല്ലാവരോടും പറഞ്ഞിട്ട് ഉള്ളുകളെ പോക്കുക. അതിനുള്ള വഴി എന്താ? ഈ മായയുടെ ലോകം ഈ പഞ്ചതത്വങ്ങളുടെ ലോകമാണ്. അതിനപ്പുറത്തിരിക്കുന്ന ബാബയെ ഓർമ്മിച്ചാൽ മതി. തും ജനത്തെ ഹോ ഹമാരെ ഇസ് ബ്രാഹ്മൺ കുലമേ കിസ് കിസ് പ്രകാർ കെ പുലി. നമുക്കറിയാം നമ്മുടെ ഈ ബ്രാഹ്മണ കുലത്തിൽ ഏതെല്ലാം പ്രകാരത്തിലുള്ള പൂക്കളുണ്ട്. സർവീസ് കരയെങ്കിൽ തോ പദവി പായെങ്കിൽ നഹീം തോ പ്രജാമയും ചലേജ. സേവനം ചെയ്യുകയാണെങ്കിൽ പദവി കിട്ടും, അല്ലെങ്കിൽ പ്രജകളിലേക്ക് പോകും. മെഹനത്ത് ഹേന, കുറച്ചൊക്കെ പരിശ്രമമുണ്ട്. ബഹുത് ബച്ചേ ഹി സർവീസ് മേ ലഗേ ഹുയി. ധാരാളം കുട്ടികൾ സേവനത്തിൽ മുഴുകിയിരിപ്പുണ്ട്. കൊയ് ബച്ചിയാം കോ छुट्टी नहीं मिलती. बहुत मार खाती है. इसमें हिम्मत चाहिए. ധാരാളം പെൺകുട്ടികൾക്ക് വീട്ടിൽ നിന്ന് സമ്മതമില്ല. അവര് തല്ലും. ബാബയുടെ അടുത്ത് സേവനത്തിനൊക്കെ പോയാൽ പല വീടുകളിലും പെൺകുട്ടികളെ അടിക്കും. ബാബ പറയുന്നത് തന്റെ ഇടം കാണിക്കാം. ധർണ നഹീം ചാഹി. ആരെങ്ങനെ പേടിക്കരുത്. നല്ല കാര്യം ചെയ്യാനായിട്ട് പേടിക്കേണ്ട കാര്യം. അവര് തന്റെ ഇടം വേണം, ആരും പേടിക്കണ്ട. ബഹാദുരി ചാഹി, ഇത്തിരി സാമർഥ്യമൊക്കെ വേണം. നഷ്ടോമോഹ ബി ചാഹി, നഷ്ടോമോഹയും ആകും. മോഹ ബി കം നഹി ബടാ പ്രബൽ ഹെ. മോഹം നിസ്സാരമൊന്നുമില്ല, വളരെ പ്രബലമാണ്. സാഹുകാർ ഘർ കി ഹോഗി തോ ബാബ പഹലെ ദേഹാഭിമാനം തോടനെ കെ ലിയെ കഹേങ്കെ ഝാഡു ലഗാവോ ബർത്തൻ മാഞ്ചു. പരീക്ഷ തോലെങ്കിന് വലിയ പണക്കാരുടെ വീട്ടിൽ നിന്നൊക്കെ പെൺകുട്ടികൾ ബാബയുടെ അടുത്ത് വരുമായിരുന്നു. അപ്പൊ ബാബ അവരുടെ അഹങ്കാരം കളയാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് ചൂലെടുത്ത് തൂക്കാനും പാത്രം കഴുകാനൊക്കെ. ആ ബാബറിന് കുറച്ച് പരീക്ഷയൊക്കെ കൊടുത്താലും ശരിയാവും. അച്ഛ മീട്ടെ മീട്ടെ സിക്കിലിന്റെ ബച്ചോം പ്രതി മാതാപിതാ ബാപ് ദാദാ का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. धारणा के लिए प्रधान कार्य श्रीमत पर बाब का पूरा पूरा मददगार बनना है. परमत व मनमत पर नहीं चलना. ശ്രീമത്തിലൂടെ പൂർണ്ണമായും ബാബയുടെ സഹായിയാവും. പരമത്വം മന്മത്വം അനുസരിച്ച് നടക്കരുത്. നഷ്ടോമോഹബൻ ഹിമ്മത്ത് രഹ സർവീസ് ലഹ. ബാബ പറയാണ് ഇഹലോകത്തിനോടുള്ള മോഹങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് ധൈര്യം പുലർത്തി സേവനം ചെയ്യും. അല്ലെ, സേവനം ചെയ്യണമെങ്കിൽ ഇതിന് തന്റെ ഇടമൊക്കെ ഉണ്ട്. ആൾക്കാർ കളിയാവും. അപ്പൊ അവർ ഞാൻ പറഞ്ഞത് ചെയ്യുന്നതിന് ആൾക്കാർ കളിയാക്കും, നിനക്ക് എന്താ കുഴപ്പം? അപ്പൊ നമ്മളോടുള്ള ഒരു മോഹം. അതേപോലെ ബാബ പറയാണ് പിന്നെ ബന്ധുമിത്രാദികളോടൊക്കെ ഉള്ള ആ മോഹം അതൊക്കെ ഒന്ന് കുറച്ചിട്ട് കുറച്ച് തന്റെ ഇടമൊക്കെ കാണിച്ച് സേവ ചെയ്യും. അപ്പൊ നമ്മള് നാളെ നമുക്കിവിടെ ബട്ടി വെച്ചു. അപ്പൊ അതിലൊരു ചെറിയ സേവ ആരംഭിക്കുന്നുണ്ട്, കൽപ്പതരു എന്നും പറഞ്ഞു. എല്ലാം ബാബ സേവ ചെയ്യുന്ന എന്തിനാണ്? ഇവിടെ മരം വെച്ചപ്പോ ലോകം നന്നാകുമ്പോ ലോകം നന്നാവില്ല, പക്ഷെ മരം വെച്ച ഒരു പുണ്യമാണ്. ബാബയുടെ ജ്ഞാനം കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കൂടെ നമുക്ക് ചെല്ലാൻ എളുപ്പമുണ്ട്. അപ്പൊ ബാബയുടെ ജ്ഞാനം നമ്മൾ അങ്ങനെ കൊടുക്കണം. അപ്പൊ അതിനൊക്കെ നമ്മളെല്ലാവരും ഇത്തിരി മുന്നോട്ട് വരണ്ടേ? അപ്പൊ നമ്മളൊരു നോട്ടീസൊക്കെ അടിച്ചു വെച്ചാൽ എല്ലാവരും ഒരു 5 പേരെ വിളിക്കണം. അപ്പോഴേ അവരെ അറിയുള്ളൂ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് നാളെ 12 മണിക്ക്. അപ്പൊ നമ്മൾ രാവിലെ 8 മണിക്ക് മുരളി ക്ലാസ് ഉണ്ട്, ബട്ടിയുണ്ട്, നമ്മൾ വരണം. പിന്നെ സേവാകേന്ദ്രമൊക്കെ നന്നാക്കിയിടണം, ക്ലീൻ ആക്കിയിടണം. അപ്പൊ അത് സേവയാണ്. നോട്ടീസ് കൊടുക്കുന്നത് സേവയാണ്. ആളുകളോട് പറയുന്നത് സേവയാണ്. കുറച്ച് ചെടികൾ വേണം, അത് സേവയാണ്. സേവ അങ്ങനെ താനെ നടക്കില്ല. അതിന് ബാബറിന് കുറച്ച് തന്റെ ഇടവും കുറച്ച് പരിശ്രമമൊക്കെ ആവശ്യം. ഇപ്പോൾ ബാബ പറയാണ് ഇത് അച്ഛന്റെ വീടാണ്, ഇവിടെ യാതൊരു പ്രകാരത്തിലുള്ള ഫാഷനും വേണ്ട. ബാബ പറയാണ് സ്വയം ജ്ഞാനം കൊണ്ട് അലങ്കരിക്കപ്പെടും, ആഭരണം കൊണ്ടല്ല. പവിത്രമായി ജീവിക്കും. ഇന്നത്തെ വരദാനം ദുഃഖക്കോ സുഖ ഗ്ലാനിക്കോ പ്രശംസാമയും പരിവർത്തനം കരണേ വാലെ പുണ്യ ആത്മാവ്. ഇന്നലെ ബാബ പറഞ്ഞ് സദാ സന്തോഷമായിട്ടിരിക്കും. പിന്നെ അതിന്റെ ടോണിക്ക് കൊടുക്കാൻ വേണം. അപ്പൊ അതിനുള്ളൊരു വഴി കൂടി പറഞ്ഞു തരാണ്. ദുഃഖത്തെ സുഖത്തിലേക്കും നിന്ദയെ പ്രശംസയിലേക്കും പരിവർത്തനം ചെയ്യുന്ന പുണ്യ ആത്മാവായി ദുഃഖത്തെ സുഖത്തിലേക്ക് മാറ്റും. ഗ്ലാനി നിന്ദയെ പ്രശംസയിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന पुण्य आत्मावाई भविष्य. पुण्य आत्मा वह है जो कभी किसी को न दुख दे और न दुख ले, बल्कि दुख को भी सुख के रूप में स्वीकार करे. ആരാണ് പുണ്യാത്മാവ്? ആർക്കും ദുഃഖം കൊടുക്കണം, ആരിൽ നിന്നും ദുഃഖം എടുക്കാനും പാടില്ല. അപ്പൊ ഒരാൾ നമ്മളെ ദുഃഖിപ്പിച്ചാലും ബാബ പറയുന്നത് അത് സുഖത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കും. ഗ്ലാനിക്കോ പ്രശംസ സമച്ചേ തബ് കഹേങ്കെ പുണ്യ. നമ്മളെ നിന്ദിക്കുമ്പോൾ അത് പ്രശംസയായിട്ട് അങ്ങ് എടുത്തു, അപ്പോഴേ പറയുള്ളൂ പുണ്യ ആത്മാവ്. एक पाड़ सदा पक्का रहेगी. गाली देने वाली व दुख देने वाली आत्मा को भी अपने रहम दिल स्वरूप से रहम की दृष्टि से देखना. ഈ പാഠം സദാ നമ്മൾ ഉറപ്പിക്കണം. നമ്മളെ നിന്ദിക്കുന്ന നമുക്ക് ദുഃഖം നൽകുന്ന ആത്മാവിനെ ദയാസ്വരൂപത്തോടുകൂടി നോക്കണം. ആ ദയാദൃഷ്ടിയോടുകൂടി നോക്കണം. ഗ്ലാനിക്ക് ദൃഷ്ടിസിനെ എന്നെ നിന്ദിച്ചു, അപമാനിച്ചു, അങ്ങനെ നോക്കരുത്, അങ്ങനെ വിചാരിക്കരുത്. ഏഹ് ബഹ് ഗാലിന്റെ അവർ ആപ്പുലി ചടാവ് തബ് കഹേങ്കെ പുണ്യ.
അവര് നമ്മൾ നിന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കും. അവരാണ് പുണ്യ ആത്മാവ്. ഇതിനെ അത് പാടുണ്ട് അല്ലെ? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചു പറയാൻ വലിയ പാടൊന്നുമില്ല. അപ്പൊ ദേവതയാകാൻ അങ്ങനെ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഒരാൾ ദുഃഖം നൽകാം, അല്ലെങ്കിൽ തന്നെ നമുക്ക് തന്നെ ദുഃഖം വരുന്നുണ്ടല്ലോ, രോഗങ്ങൾ വരുന്നുണ്ട്, ബാക്കി കുറെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം നമുക്ക് സഹനശക്തി വർദ്ധിപ്പിക്കാൻ. പിന്നെ നമ്മുടെ കർമ്മക്കണക്കുകൾ തീരാല്ലേ. ഓരോ വേദന അനുഭവിക്കുമ്പോഴും മനസ്സിലെന്ത് വരണം? അത്രയും കണക്ക് തീരും. അപ്പൊ അത് സുഖമായി. മറ്റുള്ളവർ വേദനിപ്പിക്കുമ്പോഴും ആ കണക്ക് തീരും. അപ്പൊ അത് സുഖമായിട്ട് എടുക്കാം. അപ്പൊ വേറൊരു ദുഃഖത്തിന്റെ കണക്കങ്ങ് തീരുമ്പോ സന്തോഷിക്കാം. അപ്പൊ അതിന് നിമിത്തമായവരെ ആശീർവദിക്കും. അതുപോലെ നിന്ദിക്കും, അതാ വലിയ പാട്. നിന്ദ മനസ്സിനാണ്. അപ്പൊ മനസ്സിന് വലിയ പ്രയാസം ഉണ്ടാവും. അപ്പൊ മനസ്സ് ഭാവന പ്രയാസപ്പെടരുത്. അവര് നിന്ദിക്കട്ടെ, നമ്മളൊന്ന് വിലയിരുത്തിയാൽ മതി. ആ പറയുന്നതിൽ വല്ല കഴമ്പുണ്ട്. കഴമ്പുണ്ടെങ്കിൽ നല്ലത്. അവര് പറഞ്ഞാലും മനസ്സിലായില്ല, അപ്പൊ നമുക്ക് തിരുത്താൻ പറ്റും. ഒരു കഴമ്പില്ലെങ്കിൽ ഭാവന ആവശ്യമില്ലാന്ന് പറഞ്ഞ് നമ്മളിതിനെ കേൾക്കാൻ പോകും. ഭാവന അത് വിട്ടുകളാം അല്ലെ? അതൊക്കെ വിട്ടേക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കണം, ആ പറഞ്ഞതിൽ വല്ല കഴമ്പുണ്ട്. നീ ശരിയല്ല, നീ അങ്ങനെയാണ്, ചതിയനാണ്, മറ്റവനാണ്, മറിച്ചവനാണ്. അത് കേട്ടപ്പോ നമുക്ക് പറയാം, നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു, പക്ഷെ കേൾക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ ബാബ പറയാണ്, അതുപോലെ കഴമ്പുണ്ടെങ്കിൽ തിരുത്തിയേക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മാർക്ക് കൂടി, കണ്ടമാനം മാർക്ക് കിട്ടും. അപ്പൊ ബാബ പറയാണ്, അതൊരു പ്രശംസയായിട്ട് എടുത്താൽ മതി. എന്നിട്ട് അവർക്ക് നല്ല അടി കിട്ടുമല്ലോ, അതുകൊണ്ട് അവരോടൊരു ദയാഭാവം എന്ന് വിചാരിച്ച് ദയാദൃഷ്ടിയോടും ബാബ പറയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ പുണ്യാത്മാവാകും. ശ്ലോകൻ ബാബ്ദാദ കോ നയനമേം സമാനെ വാലേ ഹി ജഹാൻ കെ നൂർ നൂരെ ജഹാൻ. ബാബ്ദാദയെ ആരാണോ കണ്ണിലെ ചേർത്ത് വെച്ചിരിക്കുന്നത് അവരാണ് ലോകത്തിന്റെ വെളിച്ചം. ബാബയെ നമ്മുടെ കണ്ണിലുണ്ടെങ്കിൽ നമ്മൾ ലോകത്തിന്റെ വെളിച്ചം. പിന്നെ ബാബ ഇതാണ് പഠിപ്പിക്കുന്നത്, മധുരമായ കുട്ടികളെ, നിങ്ങൾ ജഗദംബ കാമധേനുവിന്റെ കുട്ടികളാണ്. നിങ്ങൾ എല്ലാവരുടെയും മനോകാമനകൾ പൂർത്തീകരിക്കണം. നിങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് സത്യമായ വഴി പറഞ്ഞു കൊടുക്കും. കുട്ടികൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ് കിട്ടിയിരിക്കുന്നത്? പരിധിയില്ലാത്ത ബാബ വന്നു. നമ്മുടെ ഒരു കടമയാണ് എല്ലാ വീടുകളിലും ഈ അറിവ് എത്തിക്കുക. ബാബയുടെ സഹായിയായി വീടാന്തരം സ്വർഗമാക്കി മാറ്റി മുള്ളുകളെ പൂക്കളാക്കാനുള്ള സേവനം ചെയ്യണം. ബാബയ്ക്ക് സമാനം നിരഹങ്കാരിയും നിരാകാരിയുമായി മാറി ഈശ്വരീയ സേവ ചെയ്യും. ഈ ലോകത്തെ മുഴുവൻ രാവണന്റെ ചതുപ്പിൽ നിന്ന് രക്ഷിക്കും. ഈ വലിയ ഉത്തരവാദിത്വം ബാബ കുട്ടികൾക്ക് നൽകി. പിന്നെ ബാബ എന്താ പറഞ്ഞത് അല്ലെ? ജഗദംബ കാമധേനുവാണ്, എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കും. ജഗദംബയുണ്ട്, ജഗത് പിതാവുണ്ട്, അവരുടെ മക്കള് ബ്രാഹ്മണരുണ്ട്. അവർക്ക് എല്ലാവർക്കും സമ്പത്ത് നൽകുന്നത് ശിവബാബയാണ്. അവരുടെ ഉത്തരവാദിത്തമാണ് എല്ലാ മനോകാമനകളും പൂർത്തീകരിക്കുന്ന ശിവബാബയുടെ ജ്ഞാനം അല്ലെങ്കിൽ മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കുള്ള വഴി എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ബാബ പറയാണ്, ഈ ലോകം മുഴുവൻ ദുഃഖത്തിലാണ്. ഇത് ഏറ്റവും വലിയ ഫോറിനറാണ്. ഗാന്ധിജി ഫോറിനേഴ്സിനെ ഓടിക്കാൻ സ്വാതന്ത്ര്യ സമരമൊക്കെ ചെയ്തു, വലിയ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഓടിച്ചു. പക്ഷെ ബാബയുടെ സ്വാതന്ത്ര്യമൊന്നും കിട്ടിയില്ല, ദുഃഖവും മാറിയില്ല. ബാബ പറയുന്നത് അതിനേക്കാളും വലിയ പഴയ ശത്രു രാവണനാണ്. അത് ലോകത്തെ മുഴുവൻ കീഴടക്കി ഈ ഭാരതത്തെ നമ്മളെയൊക്കെ നശിപ്പിച്ച് പരസ്പരം തല്ലുപിടിപ്പിച്ച് പാപ്പരാക്കി കളഞ്ഞു. ബാബ ആ ശത്രുവിനെ ഇപ്പൊ നമുക്ക് മനസ്സിലായി. ആ ശത്രുവിനെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്, അതിനെ ജയിക്കണം, അതിനെ ഓടിക്കണം, അതിനുള്ള അറിവ് എല്ലാവർക്കും കൊടുക്കണം. ഈ വലിയ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കും. സംഗമയുഗം ബാബ പറയണം, അച്ഛന്റെ കൂടെ ജീവിക്കുന്ന സമയം ബാബ പറഞ്ഞ ലാളിത്യത്തോടു കൂടി ജീവിക്കണം. വലിയ വലിയ ആഭരണങ്ങളും ഫാഷനും നമുക്ക് ആവശ്യമില്ല. പറഞ്ഞു 21 വരുമ്പോഴത്തേക്ക് നമ്മൾ അമ്മായിച്ചന്റെ ഗൃഹത്തിൽ വിഷ്ണുകുലത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ എല്ലാ വിധത്തിൽ അലങ്കരിക്കും. ഇവിടെ ജ്ഞാനം കൊണ്ടും പവിത്രത കൊണ്ടും ഗുണങ്ങൾ കൊണ്ടും നമ്മൾ അലങ്കരിക്കപ്പെട്ടവരാണ്. അപ്പോഴാണ് അവിടെ നമുക്ക് ആ പ്രാപ്തി കിട്ടുന്നത്. ഈ സമയത്ത് ബാബ പറയാണ്, ഭക്തിമാർഗത്തിൽ എന്തെല്ലാം കഷ്ടപ്പാടുകളാണ്. കണ്ടമാനം പൈസ മുടക്കി കുറെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി, പിന്നെ നിബന്ധന ഘോഷയാത്ര, നിബന്ധനവും ചടങ്ങുകൾ അതൊക്കെയാണ്. പിന്നെ കൃഷ്ണൻ തുളസിയും തമ്മിലുള്ള വിവാഹം, പിന്നെ കുറെ പുരാണ കഥകൾ, ചർച്ച, വാഗ്വാദം. ബാബ പറയണം, ഇതിൽ കൂടെ ഒന്നും ഒരു പ്രാപ്തിയില്ല. ബാബ ലളിതമായൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിച്ചാൽ മതി. ഞാനൊരു നക്ഷത്രമാണ്, നിങ്ങളും ഒരു നക്ഷത്രമാണ്, അച്ഛനെ പോലെ തന്നെ മക്കൾ ഇരിക്കുന്ന പരന്ധാമത്തിലാണ്. അവിടെ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പവിത്രമാകും, അവിടെ എത്താം. അവിടുന്ന് ഞാൻ സ്വർഗത്തിലേക്ക് അയക്കും. ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ്. ഈ എളുപ്പമുള്ള വഴി ഭക്തർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. നമ്മളും വിചാരസാഗരം അതിനും ചെയ്ത് ഈ ജ്ഞാനം നമ്മൾ ഉറപ്പിക്കും. പിന്നെ ബാബ എന്താ പറഞ്ഞത്? നമ്മളെല്ലാവരും കുറച്ച് തന്റേടം കാണിച്ച് സേവനത്തിൽ ഇറങ്ങും. ബാബ തൊട്ടാവാടിയായിട്ട് കാര്യമില്ല, കുറച്ച് തന്റേടം, കുറച്ച് സമയമൊക്കെ ഉണ്ടാക്കിയിടും. പിന്നെ ബാബയുടെ വീട്ടുകാരെയൊക്കെ സ്നേഹിച്ചോളുക, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ തന്നെ ഇരുന്നോളുക. പക്ഷെ അവിടെ സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ കമലപുഷ്പ സമാനം ഇരുന്ന് അവരുടെ ആ കടങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അനേക ജന്മത്തിലേക്ക് ഭാഗ്യം ഉണ്ടാക്കാൻ വേണ്ടി ഈശ്വരീയ സേവയെ കൂടി നമ്മൾ ചെയ്യണം. നഷ്ടോമോഹയായിട്ട് മാറും. വരദാനത്തിൽ ബാബ എന്താ പറഞ്ഞ? ഈ സേവയ്ക്ക് ഇറങ്ങിയ ദുഃഖമൊക്കെ ഉണ്ടാവും, നിന്ദിക്കാൻ ആളുകളുണ്ടാവും. അവർ അതൊക്കെ അങ്ങ് സഹിച്ച്, അതൊക്കെ അങ്ങ് ക്ഷമിച്ച്
അതൊരു സുഖമായിട്ട് അങ്ങ് എടുത്താൽ മതി. എന്നിട്ട് ഇതിൽ പൂക്കളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമ്മള് വളരെ പുണ്യാത്മാക്കളായി മാറി അനേക ജന്മത്തെ ഭാഗ്യം ഉണ്ടാകും. പിന്നെ ലോകത്തിന്റെ വെളിച്ചമാകണമെങ്കിൽ നമ്മുടെ കണ്ണിൽ ബാധ ഉണ്ടായി. ഓം ശാന്തി. നാളെ നമുക്കിവിടെ ഭക്തിയാണ് ഞായറാഴ്ച. നാളെ പരിസ്ഥിതി ദിനമാണ്. 50ാം വേൾഡ് എൻവയൺമെന്റ് ഡേ ആണ്. ഇപ്പം മൗണ്ട് അബുവിൽ നിന്നും ഈ വർഷത്തെ സർവീസ് പ്രോജക്റ്റ് ആയിട്ട് കൽപ്പതരു എന്നും പറഞ്ഞൊരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. മണ്ണിൽ ഒരു മരം, മനസ്സിൽ ഒരു ഗുണം എന്നുള്ളതാണ്. പിന്നെ 75ാം സ്വാതന്ത്ര്യത്തിന്റെ 75ാം അമൃത മത്സരങ്ങൾ എന്നാണ്. അത് ഗവൺമെന്റിന്റെ ഒരു പരിപാടിയാണ്. നമ്മൾ അതിലൂടെ സ്വർണ്ണിമ ഭാരതത്തിലേക്കും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രോഗ്രാം കൂടിയാണ്. അപ്പൊ നാളെ 8 മണിക്ക് ഭക്തി തുടങ്ങി 12 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരും. അപ്പോ നമ്മളെല്ലാവരും ഉണ്ടായിട്ട് കുറച്ച് മരങ്ങളും ചെടിത്തൈകൾ കിട്ടിയിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. അപ്പൊ അത് എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് സ്കൂളുകളിൽ ആ സേവ ചെയ്യാം. ഇപ്പൊ ജൂൺ 21 യോഗ ഡേ അല്ലേ. അപ്പൊ സ്കൂളുകളിലൊക്കെ ഒരു കത്ത് കൊടുക്കുകയാണെങ്കിൽ, ഓഫീസുകളിൽ കത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ യോഗാ ദിനം എന്ന് പറഞ്ഞ് അവർക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കണം. അപ്പൊ അവർ പറയാം എന്നാ വന്ന് ചെയ്തോളാൻ പറ്റും. നമ്മൾ ബാബയുടെ ജ്ഞാനം കൊടുത്താൽ മതി. പിന്നെ കയ്യും കാലം വീശാനൊക്കെ അറിയാണെങ്കിൽ അതൊന്ന് വീശി കാണിച്ച് അവരെ കൊണ്ടുകൂടി കാണിപ്പിച്ചാൽ അവർക്ക് വളരെ സന്തോഷമായി, നമുക്ക് സന്തോഷം. അവിടെ ജ്ഞാനം കൊടുത്താൽ മതി. അതിനേക്കാളും വലിയ യോഗമൊന്നുമില്ല. അപ്പൊ അങ്ങനെ നമുക്ക് സേവ ചെയ്യാൻ പറ്റും. അതിനൊക്കെ എന്ത് വേണം? അവരെതിരെ തൻ്റെ ഇടമൊക്കെ വേണം അല്ലെ, കുറച്ച് പരിശ്രമവും ആവശ്യം. അപ്പൊ നാളെ എല്ലാവരും കൃത്യസമയത്ത് തന്നെ ഉപേക്ഷ കൂടാണ്ട് വരിക. ഓം ശാന്തി. നമുക്കൊരു മിനിറ്റ് ബാബയെ ഓർമ്മ.